ഈ അവസരത്തിൽ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്താൻ അവസരം തന്ന സർവശക്തൻ ആദ്യമായിട്ട് സ്തുതിക്കുന്നു, അൽഹംദുലില്ലാ. അതേപോലെ തന്നെ എന്നെ ഈ ഒരു അവസരത്തിലേക്ക് കൊണ്ടുവന്ന എൻ്റെ അപ്ലൈൻ, എൻ്റെ മെന്റർ, ഗ്രേറ്റ് ലീഡർ, ഗോയിങ് ITC നിഷാന്ത് സാറിനും ഫാമിലിക്കും ഈ ഒരു അവസരത്തിൽ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതേപോലെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം, അതേപോലെ ഈ ഒരു ഐഫ്ലേസ് പോലത്തെ ഈ ഒരു സെഷൻ നമ്മളെ പഠിപ്പിച്ച, നമ്മളെ ഓരോരുത്തരെയും ഇത് ചെയ്യാൻ പാകപ്പെടുത്തിയ ഒരു ഗ്രേറ്റ് ലീഡർ മനോജ് സാറും ലതാ മേഡം, അവർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. അപ്പൊ ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും, ഇന്നലെ രാത്രി നമ്മൾ ഓരോരുത്തരും കടന്നു. ഇന്ന് രാവിലെ തന്നെ എഴുന്നേൽക്കാൻ പറ്റാത്ത പല ആളുകളും ഉണ്ട്. പല അസുഖങ്ങൾ വന്ന് പല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇന്ന് അൽഹംദുലില്ലാ നമുക്ക് ഓരോരുത്തർക്കും ആരോഗ്യത്തോടെ ഇന്നത്തെ പുലി ആസ്വദിക്കാൻ കഴിഞ്ഞു. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പേര് പറഞ്ഞു ഐഷേൺ എന്നുള്ളത്, വീട് ചെറുകോടാണ്. നിങ്ങളോട് ഈ ഒരു മേഖലയിൽ ഞാൻ എത്തിയിട്ട് ഏകദേശം 8 വർഷം തികയാൻ പോവുകയാണ്. വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു ടൈമിൽ ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യുന്നതിൽ. ഓരോ ദിവസവും നമ്മളുടെ ഓരോ ലീഡർമാരും വളരെ വേണ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ഈ ഒരു സെഷന് ഒരു പൈസക്കും ചെലവില്ലാതെ, എന്നാൽ ലീഡേഴ്സിന് ഇതിനു വേണ്ടിയിട്ട് ക്യാഷ് നമുക്ക് വേണ്ടി മുടക്കേണ്ടി വരുന്നുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഫ്രീ ആയി കിട്ടുന്ന, അതും രാവിലത്തെ ഫ്രഷ് മൈൻഡിൽ കിട്ടുന്ന ഒരു സെഷനാണ് ഐഫ്ലേസ് മീറ്റിംഗ്. എല്ലാ മീറ്റിങ്ങിലും എല്ലാ ലീഡേഴ്സും പറയാറുണ്ട്, ഐഫ്ലേസ് മീറ്റിങ്ങിൽ വിജയിച്ചു പോകുന്ന ഏതൊരു ലീഡർ നിങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിലും ഐഫ്ലേസ് മീറ്റിംഗ് ആ ഒരു വ്യക്തി മുടങ്ങാതെ കേട്ടിട്ടുണ്ടാവും. അതേപോലെ വിജയിക്കണം, നിങ്ങൾ ഓരോരുത്തരും ഇതിൽ ഐഫ്ലേസ് മീറ്റിംഗ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള ഓരോ ലീഡർമാരെ പോലെ ആവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എല്ലാ ദിവസങ്ങളിലും മുടങ്ങാതെ ഐഫ്ലേസ് മീറ്റിംഗ് കേൾക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ആ സമയത്ത് മറന്നു പോവാണ്. ഞാൻ ആ സമയത്ത് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. കാരണം രാവിലെ തിരക്കിന്റെ ഇടയിൽ അതൊക്കെ മറക്കുകയാണ് എന്ന് പല ആളുകളും പറയാറുണ്ട്. നമ്മൾ അത്രയും മർമ്മത്തിൽ കൊള്ളാത്തതുകൊണ്ടാണ് നമ്മൾ മറക്കുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും മറന്നു പോകില്ല. നമ്മൾ എണീറ്റ പാടെ പല്ല് തേക്കാൻ ആരും മറക്കണില്ലല്ലോ, ഉണ്ടോ? രാവിലെ എണീറ്റ പാടെ പല്ല് തേക്കാതെ ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ ഏർപ്പെടാറുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ആദ്യം എണീറ്റ പാടെ ചെയ്യുന്ന ഒരു ജോലി എന്താണ്? ആദ്യം നമ്മളൊന്ന് ഫ്രഷ് ആവുക എന്നുള്ളതാണ്. അത് നമ്മൾ മറക്കാറില്ല. അത് എന്തുകൊണ്ടാണ് മറക്കാത്തത്? അത് നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് എന്നുള്ളത് നമുക്കറിയാം, അല്ലെ? അതിനുശേഷം പ്രാർത്ഥനക്ക് മറക്കാറില്ല. അതേപോലെ രാവിലത്തെ പ്രാതൽ കഴിക്കാൻ നമ്മൾ മറക്കാറില്ല. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നമ്മൾ ആരും മുടക്കാറില്ല, അല്ലെ? അപ്പൊ ഇതൊക്കെ നമുക്ക് മറക്കാതെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഏത് തിരക്കാണെങ്കിലും ആ കാര്യങ്ങളൊന്നും നമ്മൾ മറക്കുന്നില്ല. അതേപോലെ തന്നെ നമ്മളുടെ സ്വന്തം ജീവിതത്തിൽ നിങ്ങളുടെ മൈൻഡില് മൈ ലൈഫ് എന്ന ബിസിനസ് അത്രയും ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇറങ്ങിയ ഒരു വ്യക്തിക്കും രാവിലത്തെ ഐഫ്ലേസ് മീറ്റിംഗ് മുടക്കാൻ കഴിയില്ല. കാരണം ഓരോ ദിവസത്തെ ഓരോ പോയിന്റും, ഓരോ ലീഡേഴ്സിന്റെ ഓരോ പോയിന്റുകളും വളരെ നല്ല രീതിയിൽ ഈ ബിസിനസ്സിനെ അവര് വിജയിപ്പിച്ചു പോകുന്ന ഒരു മാതൃകയാണ് നമുക്ക് കാണിച്ചു തരാറുള്ളത്. ഇപ്പോ ഇന്നലെ നമ്മളുടെ ജുനൈദ് സാർ സംസാരിച്ച നിങ്ങൾ കേട്ടു, അല്ലെ? എല്ലാ ദിവസവും സംസാരിക്കാറുണ്ട്. 4 ബേസിക്സും 5 ഫിംഗേഴ്സും 3 നെവേഴ്സും പിന്നെ ബെറി 007ഉം ഇതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, അല്ലെ? അപ്പൊ ഓരോ ദിവസവും നമുക്ക് കേൾക്കുന്ന ഓരോ കാര്യങ്ങളും മുന്നേ കൂട്ടി കേട്ടതാണെങ്കിൽ പോലും അത് ഓരോ ദിവസത്തിലും വ്യത്യസ്ത രീതിയിലുള്ള ഓരോ സംസാര വിഷയങ്ങൾ ഉണ്ടാവും, അല്ലെ? അപ്പൊ അതൊക്കെ നമുക്ക് നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ ഈ ബിസിനസിന്റെ കാര്യത്തിലും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിന് നമ്മൾ ഈ ഒരു സെഷൻ കേട്ടേ പറ്റുള്ളൂ. സമയം എത്ര? 7:10 ആവാനായി. നമുക്ക് 257 പേർക്ക് ഈ സ്ക്രീനിൽ മുന്നിൽ വരാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞ മാസത്തെ ഒരു ജോയിനിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ടീമിൽ തന്നെ എന്റെ ബ്രാഞ്ച് 1ലും 2ലും ആയിട്ട് 600-ന് മുകളിൽ 670ഓളം ID ക്രിയേഷൻ വന്നിട്ടുണ്ട്. പുതിയ ID 700-ൽ പരം ID വന്നിട്ടുണ്ട്. അപ്പൊ അതില് 700-ൽ പരം ID വന്നത് ഒരാൾക്ക് എന്തായാലും മിനിമം 3 ID എങ്കിലും എന്തായാലും ഉണ്ടാവുമല്ലോ. അത് കൂട്ടണ്ട. എന്നാലും അതിന്റെ പകുതി എന്തായാലും പുതിയത് വന്നില്ലേ? അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അങ്ങനെ ഓരോ ലീഡേഴ്സിനും നിങ്ങളുടെ ഓരോരുത്തരുടെയും ID-ക്ക് താഴെ എത്ര പുതിയ ആളുകൾ ജോയിൻ ചെയ്തു എന്നുള്ളത് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. എത്ര പേര് വന്നിട്ടുണ്ട് എന്നുള്ളത്, എത്ര ID വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മള് ഇവരൊക്കെ ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ആരാണോ അവരെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത്, അവര് ഇതിന്റെ ഒരു ഉത്തരവാദിത്വം ഏത് രീതിയിൽ റൂട്ട് ക്ലിയർ ചെയ്ത് പോകണം എന്നുള്ളത് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ
നമ്മളെയൊക്കെ നമ്മളെ ലീഡേഴ്സ് നിരന്തരം വിളിച്ച് ഐഫ്ലേസ് മീറ്റിങ്ങിൽ കാണാത്ത ആളുകളെ എന്തുകൊണ്ട് കണ്ടില്ല എന്ന് നിർബന്ധപൂർവ്വം വിളിച്ച് കയറ്റിയത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഒരു 4-5 തവണ നമ്മളിങ്ങനെ പ്രഷർ ചെയ്യേണ്ടി വന്നു. 4-5 തവണ പ്രഷർ ചെയ്ത സമയത്ത് പിന്നെ അതാണ് നമ്മളുടെ രക്തത്തിലാണ്ട് അലിഞ്ഞു ചേർന്നു. നമ്മളുടെ ഓരോ ലീഡർമാരെയും വിളിക്കേണ്ടി വരാറില്ല. എല്ലാവരും രാവിലെ തന്നെ എണീറ്റത് കേൾക്കാറുണ്ട്. അപ്പൊ നമ്മൾ അറിയാതെ നമ്മളുടെ ഉള്ളിലൊരു വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ്. ഈ ബിസിനസിനെ കുറിച്ചുള്ള ഒരു വിശ്വാസം വർദ്ധിപ്പിക്കണമെങ്കിൽ ഒരു പൈസക്കും ചെലവില്ലാതെ കിട്ടുന്ന ഒരു കാര്യമാണ് ഐഫ്ലേസ് മീറ്റിംഗ്. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ വെറുതെ പറയുകയാണെന്നുള്ളത് അറിയാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇങ്ങനെ പ്രത്യേകിച്ച് ഓരോ ലീഡേഴ്സും സംസാരിക്കുന്നതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലീഡർമാരും രാവിലെ മീറ്റിങ്ങിൽ കയറുമ്പോൾ ഐഫ്ലേസ് മീറ്റിങ്ങിൽ കയറാൻ പറയാറുണ്ട്. ഗുണമുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊരു ഫാഷനായിട്ട് കേട്ടിരിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവനവന്റെ ടീമിലുള്ള ആളുകളെ പിറ്റേ ദിവസം കയറ്റാൻ നോക്കും, അല്ലെ? അപ്പൊ ഇതൊരു മീറ്റിംഗ് കഴിയുന്ന സമയത്തേക്ക് ഒരു 300 സംതിങ് 400-ന്റെ അടുത്ത് ആളുകൾ ഉണ്ടാവും. അതല്ലാതെ അതിലപ്പുറം 500-ൽ കവിയാൻ നമുക്ക് 500-ന് മുകളിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നില്ല, അല്ലെ? എന്തുകൊണ്ടാണ് കഴിയാത്തത്? നമ്മളുടെ ഓരോരുത്തരുടെയും പോരായ്മ കൊണ്ട് തന്നെയാണ്. അത് എന്നെയല്ല പറഞ്ഞത് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും പറയാണ്ടാവും. വിളിക്കാത്ത ആളുകളെയാണ്, കയറ്റാത്ത ആളുകളെയാണ്, നിങ്ങൾ ഓരോരുത്തരെയും തന്നെയാണ് പറയുന്നത്, അല്ലാതെ മറ്റാരെയല്ല. ഇന്ന് കേൾക്കാത്ത ആളുകൾ ഇത് കേൾക്കുന്നില്ലല്ലോ. പക്ഷെ കേട്ട ആളുകൾക്ക് അവനവന്റെ ടീമിലുള്ള ആളുകളെ വിളിച്ച് ഈ മീറ്റിങ്ങിൽ കയറുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താലോ. കേൾക്കാത്ത ആളുകളോട് നമ്മൾ എന്ത് പറഞ്ഞിട്ട് എന്താ? അവരിതൊന്നും കേൾക്കുന്നില്ല. കേട്ട ആളുകൾ ഇതിനെക്കുറിച്ച് മാക്സിമം നമ്മളാണ് കയറുക എന്നല്ലാതെ ടീം അംഗങ്ങൾ കയറുന്നുണ്ടോ എന്ന് ആരും തന്നെ നോക്കണില്ല. അപ്പൊ ആ വിഷയത്തിൽ ഞാൻ ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. നിങ്ങളുടെ ടീമിൽ ആരൊക്കെയാണോ കയറാത്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് കയറ്റുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അത് ഉൾക്കൊണ്ട് ചെയ്താൽ കേൾക്കുന്ന ഓരോരുത്തർക്കും, ഞാൻ ലീഡേഴ്സിനോടല്ല സംസാരിക്കുന്നത്, ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോടാണ്. ലീഡേഴ്സ് അവരവരുടെ ടീമിലുള്ള ആളുകളെ കയറ്റിയത് കൊണ്ടാണ് അവർ ഇന്ന് ലീഡേഴ്സ് ആയത്. നിങ്ങൾക്കും അതേപോലെ ലീഡേഴ്സ് ആവണോ? നിങ്ങൾ ആളുകളെ വിളിച്ച് ഈ ഐഫ്ലേസ് മീറ്റിങ്ങിൽ കയറ്റിയേ പറ്റുള്ളൂ. അപ്പൊ ഇന്ന് ഞാൻ വൺസ് അഗെയിൻ ഗുഡ് മോർണിംഗ്, നല്ലൊരു ശുഭദിനം നേരെയാണ്. അപ്പൊ അതോടൊപ്പം തന്നെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ പോകുന്നത് ഇതിന്റെ മുന്നേ സംസാരിച്ച വിഷയം തന്നെയാണ്. എന്നാലും പുതിയ ആളുകൾ നമുക്ക് ഈ ഗ്രൂപ്പിൽ കയറിയ ആളുകൾ ഉണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഡയറക്റ്റ് മാർക്കറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട്, അതായത് ഈ ഒരു ഡയറക്റ്റ് മാർക്കറ്റ് കൊണ്ട് ഏറ്റവും ഗുണം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത് ഡയറക്റ്റ് മാർക്കറ്റ് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ യൂത്ത് എംപവർമെന്റിനാണ്, അതേപോലെ തന്നെ വുമൺസ് എംപവർമെന്റിനുമാണ്. എല്ലാവർക്കും എംപവർമെന്റ് ഉണ്ട്. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ സാധ്യത, അതായത് മറ്റു മേഖലയിലുള്ളതിനേക്കാളും മറ്റു മേഖലയിൽ ചെറുപ്പക്കാര് എല്ലാവരും ഇൻവോൾവ് ആയിട്ടുണ്ടാവില്ല. അതേപോലെ തന്നെ ലേഡീസും മറ്റു മേഖലയിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവില്ല. വരുമാനമില്ലാത്ത ഒരുപാട് ലേഡീസ് ഉണ്ടാവും. അപ്പൊ ഈ വരുമാനമില്ലാത്ത ഒരുപാട് ലേഡീസിന് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗമാണ് ഡയറക്റ്റ് മാർക്കറ്റ്. അത് നമുക്ക് എല്ലാവർക്കും സത്യസന്ധമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനൊരു ഉദാഹരണം ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളുടെ നാട്ടില്, നമ്മളുടെ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൊക്കെ തന്നെ, നമ്മളുടെയൊക്കെ ജില്ലകളിൽ തൊട്ട് പ്രദേശങ്ങളിൽ അധികം പ്രായമായ ആളുകളൊന്നും വർക്ക് ചെയ്യാൻ നമ്മൾ കാണാറില്ല. ലേഡീസ്, പ്രത്യേകിച്ച് ലേഡീസ്, അല്ലെ? ഒരു 60-65 വയസ്സായി കഴിഞ്ഞാൽ എല്ലാവരുടെയും പ്രത്യേകിച്ച് ലേഡീസ് ഇനി ഒതുങ്ങിക്കൂടാ, ഇനി മക്കളും പേരക്കുട്ടികളൊക്കെ ആയി, ഇനിയിപ്പോ വരുമാനം അവരൊക്കെ നോക്കട്ടെ, ഇത്രയും കാലം നോക്കിയില്ലേ, വീടൊക്കെ പഞ്ഞിത്തരയൊക്കെ മതി, വേണമെങ്കിൽ ഞാൻ അവരൊക്കെ ഉണ്ടാക്കിക്കോട്ടെ, അതേപോലെ തന്നെ വരുമാനം ഇനി വേണമെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ എന്നൊരു ചിന്താഗതിയാണ് നമ്മളുടെ ഈ 1-2 ജില്ലകളിൽ, നമ്മുടെ പ്രദേശത്തുള്ള ആളുകളുടെ ഒക്കെ ഒരു ചിന്ത, അല്ലെ? എന്നാല് ഞാന് ടൈലറിംഗ് ഒക്കെ നടത്തിയ സമയത്ത് പാലക്കാട് ജില്ലകളില് കുറച്ച് ഉള്ള ഏരിയകളിലൊക്കെ പോയ സമയത്ത് പല സമയത്തും ഞാൻ ആലോചിക്കുമായിരുന്നു, 90 വയസ്സായ, 95 വയസ്സായ, 100 വയസ്സിന്റെ അടുത്തായ അമ്മമാരൊക്കെ കാണാം രാവിലെ തന്നെ അവരെന്തുണ്ടാവും, അങ്ങാടികളിൽ ഉണ്ടാവും. അവരുടെ കയ്യിലൊക്കെ ഓരോ ഷോപ്പർ ഉണ്ടാവും. ആ ഷോപ്പറിൽ എന്താ നോക്കിയ സമയത്ത്, എന്താ ഈ അമ്മമാരൊക്കെ അങ്ങനെ ഈ രംഗത്ത് രാവിലെ തന്നെ ഇതിലങ്ങനെ നടക്കണമെന്ന് നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു അമ്മേനോട് ചോദിച്ചു, എന്താണ് അങ്ങനെ എല്ലാവരും ഇങ്ങനെ, അധികം പ്രായമായ ആളുകളൊക്കെ രാവിലെ 6 മണിക്ക് മുന്നേ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ ടൈലറിങ്ങിന്റെ ഭാഗമായിട്ട് കുറച്ച് തുണിത്തരങ്ങളൊക്കെ എടുക്കാൻ പോയ സമയത്ത് കണ്ടൊരു കാഴ്ചയാണ്, അവരൊക്കെ അവരുടെ വരുമാനത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടെ ആരും പ്രായമായി വിചാരിച്ച് വെറുതെ ഇരിക്കാറില്ല. എല്ലാ വീട്ടിലുള്ള അമ്മമാരൊക്കെ, നമ്മളിവിടെ ഉള്ള
80-85 വയസ്സായ അമ്മമാർക്ക് പുറത്തിറങ്ങണമെങ്കിൽ തന്നെ എല്ലാവരും ഹെൽപ്പും വേണം അല്ലെ. കൊണ്ട് നടക്കാൻ ഒപ്പം ഒരാൾ വേണം. ഇനിയിപ്പോ ഒരു ഊന്നുവടി വേണം, ഊന്നുവടിന്റെ ഒപ്പം പുറത്ത് പിടിക്കാൻ ഒരാളും വേണം എന്ന രീതിയിലാണ് നമ്മളെ നാട്ടിലുള്ള വല്യമ്മമാർക്കും വല്യപ്പമാർക്കും ഒക്കെ ഉള്ളത്. എന്നാൽ ആ ഭാഗങ്ങളിലുള്ള പ്രായമായ ആളുകളൊക്കെ ഭയങ്കരമായിട്ട് അവരെ സ്വന്തം കോൺഫിഡൻസും അവർക്ക് നടക്കാൻ പറ്റുന്നു, അവർക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസമാണ്. അപ്പൊ എന്താണിതെന്ന് ചോദിച്ച സമയത്ത് അവര് പറയാണ് സാധാരണ പാന്റിന് ഇടാറുള്ള വള്ളി, അതേപോലെ തന്നെ പാവാട അണ്ടർസ്കർട്ട് ആയിട്ടുള്ള അടിപ്പാവാടക്കൊക്കെ ഉള്ള വള്ളി അടിക്കുകയാണ് അവർക്ക് പണി. അപ്പൊ അത് അങ്ങാടികളിൽ നിന്നും കട്ട് ചെയ്തത് ഷോപ്പറിലാക്കിയിട്ട് അവർ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് 85-90 വയസ്സായ അമ്മമാര് അവര് ഈ ഒരു മേഖലയിൽ അത്രയും ബോധേഡാണ് എന്ന് മനസ്സിലായപ്പോൾ എനിക്കുണ്ടായ സന്തോഷം ചെറുതല്ലായിരുന്നു. എന്ന പോലെ തന്നെ അന്നൊക്കെ നമ്മളെ നാട്ടിലുള്ള ആളുകളൊക്കെ വെറുതെ ഒഴിഞ്ഞിരിക്കുന്ന ഒരു കാലമാണ്. 8 കൊല്ലം മുന്നത്തെ കഥയാണ് പറയുന്നത്. പക്ഷെ ഇന്ന് നമ്മളെ നാട്ടില് ഈ തൊഴിലുറപ്പ് പദ്ധതി വന്ന സമയം കൊണ്ട് ഉണ്ടായ ഒരു മാറ്റം നിങ്ങൾ ഓരോരുത്തരും കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഓരോ തൊഴിലുറപ്പ് യൂണിറ്റില് അവര് പണി കഴിഞ്ഞ് പോണ സമയത്തും ആ 70-നും 75-നും 60-ന് മുകളിൽ പ്രായമുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ. വീട്ടിൽ ഒതുങ്ങി കൂടിയിരുന്നിട്ട് കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെ. നമ്മളെ വീട്ടിലുള്ള ആളുകളൊക്കെ ഒതുങ്ങിക്കൂടി 10 പൈസ കയ്യിലില്ലാതെ നിന്നീനൊരു കാലഘട്ടത്തില് ഈ തൊഴിലുറപ്പ് വന്നത് കൊണ്ട് ഉണ്ടായൊരു മാറ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ, പ്രായമായ ആളുകൾക്ക് ഇതാണെങ്കിൽ ചെറുത്, അവരെ കയ്യിൽ സ്വന്തം അവരുടെ കാര്യത്തിനുള്ള ഒരു ക്യാഷ് വന്നു അല്ലെ. അപ്പൊ ഈ ഡയറക്റ്റ് മാർക്കറ്റ് കൊണ്ട് അതിപ്പോ ഈ സമയത്ത് പറയുന്നത് എന്തിനാന്ന് വിചാരിക്കും. അത് ഞാൻ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിനോട് രൂപമായിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഈ ഒരു ഡയറക്റ്റ് മാർക്കറ്റ് വന്നത് കൊണ്ട് വീട്ടില് 10 പൈസ ഇല്ലാതെ അവനവന്റെ സ്വന്തം കാര്യത്തിന്, എന്തിനേറെ പറയുന്ന ഒരു ലേഡീസിന് ഒരു പാഡ് വാങ്ങാൻ പോലും ജെൻസിനോട് ചോദിക്കേണ്ട ഒരു കാലായിരുന്നു അല്ലെ. ഇന്ന് അങ്ങനെയല്ല. ഏത് ലേഡീസിന്റെ കയ്യിലും അവനവന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ചെറുതാണെങ്കിൽ ചെറുത്, ഈ ഡയറക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന എത്രത്തോളം ലേഡീസ് ഉണ്ട് അല്ലെ. ഈ ഡയറക്റ്റ് മാർക്കറ്റ് വന്നത് കൊണ്ടാണ് ഇത്രത്തോളം ലേഡീസിന്റെ കയ്യിൽ ക്യാഷ് വന്നത്. നമ്മൾ കേൾക്കണ്ടായി പേസ്റ്റിന്റെ ഇറക്കുമതി, നമ്മളെ നാട്ടിലേക്കുള്ള പേസ്റ്റിന്റെ ഇറക്കുമതി വൻ തോതിൽ കുറഞ്ഞു എന്നുള്ളത് അല്ലെ. എന്തുകൊണ്ടാണത്? നമ്മളുടെ പ്രൊഡക്റ്റ് പല ആളുകളിലൂടെ ജനങ്ങളുടെ കയ്യിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെയാണ്. നമ്മളുടെ കമ്പനിയുടെ, നമ്മളുടെ പ്രൊഡക്റ്റ് നമ്മളെ നാട്ടിൽ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്, ആ പേസ്റ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നിർത്തലാക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലെ. നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകൾ അത് തന്നെ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ നമ്മളെ ഈ ഒരു മേഖലയിൽ ഒരുപാട് ലേഡീസ്, നമ്മൾ പറയും എപ്പോഴും ജെൻസിലേക്ക് ഈ ബിസിനസ് കൊണ്ടുപോകണം, യങ്സിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത്. അതൊക്കെ ഓക്കെയാണ്. അതിന് ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. കാരണം ഞാനൊരു ലേഡിയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ യങ്ങസ്റ്റ് ആയിട്ടുള്ളതും അതേപോലെ ജെൻസും ഏറ്റവും പവർഫുൾ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത്, അങ്ങോട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്താണ് നമുക്കിതിൽ വൻ വിജയങ്ങൾ ഉണ്ടാവുന്നത് അല്ലെ. പക്ഷെ എന്നാലും ലേഡീസിനൊക്കെ മുൻനിരയിലേക്ക് വരാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു സംരംഭമാണ് ഡയറക്റ്റ് മാർക്കറ്റ്, അതേപോലെ യങ്ങസ്റ്റിനും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഏതൊരാൾക്കും വിജയിക്കാൻ, ഞാൻ യങ്ങസ്റ്റിനെയും ലേഡീസിനെയും പറയാൻ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റാളുകൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവർ വരുമാനം വാങ്ങിക്കുന്ന ആളുകളായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വീട്ടിലും വരുമാനം വന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുണ്ട് അല്ലെ. സ്വന്തം വീട്ടില് ഒരു ഭർത്താവ്, ഒരു കൂലിപ്പണി ചെയ്യുന്ന ഒരു ഭർത്താവ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും കടയിൽ പോകുന്ന ആളായിക്കോട്ടെ, മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്ത് അന്നാമത്തെ ശമ്പളം അല്ലെങ്കിൽ മാസ ശമ്പളം വാങ്ങിക്കൊണ്ടിരുന്ന ഒരു ഭർത്താവിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അദ്ദേഹത്തിന്റെ വീട്ടിൽ ഉണ്ടാവും. അപ്പൊ അതിന് ഭാര്യ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നതിന്റെ ഒരു വാല്യൂ എന്താണെന്നുള്ളത് ലേഡീസിന് ബോധം ഉണ്ടാവും അല്ലെ. മറ്റുള്ളവർ കൊണ്ടുതരുന്ന അത് മാത്രം ആക്കി വെച്ചിരിക്കുമ്പോൾ നമ്മൾ കുറ്റങ്ങളും കുറവുകളും പോരായ്മകളെ നമുക്ക് ഉണ്ടാവുള്ളൂ. എത്രത്തോളം അവർ കൊണ്ടുവന്നു എന്നുള്ളത് നമ്മൾ അവരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒരു പക്ഷേ നമ്മൾ അറിയാറില്ല. നമ്മൾ അധ്വാനിക്കുന്ന സമയത്ത് നമ്മളുടെ അധ്വാനത്തിന്റെ വില എന്താണെന്നുള്ളതും കയ്യിൽ കിട്ടുന്ന ക്യാഷിന്റെ വാല്യൂ എന്താണെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിനെന്തായാലും ഡയറക്റ്റ് മാർക്കറ്റ് കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ അല്ലെങ്കിൽ പിന്നെ എന്ത് വേണം, ഒരുപാട് പ്രശ്നങ്ങൾ വീട്ടിൽ ഇല്ലാതിരിക്കണമെങ്കിൽ അതിന് മാത്രം സമ്പത്തുള്ള, നല്ലോണം വരുമാനമുള്ള ആളുകൾ എന്ന് വേണം ഭർത്താക്കന്മാരാവണം. നല്ല രീതിയിൽ ശമ്പളം വാങ്ങുന്നവരോ അല്ലെങ്കിൽ ബിസിനസ്മാൻമാരോ ഒക്കെ ആയാലേ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു സന്തോഷത്തോടു കൂടെയുള്ള ഒരു കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. പക്ഷെ എന്തായാലും നമ്മൾ ഈ മേഖലയിൽ വന്നു, വലിയ രീതിയിലുള്ള ഹാപ്പിനെസ് നമുക്ക് ഓരോരുത്തർക്കും ഇതിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു.
വലിയ ഉയരങ്ങളിലേക്ക് ഉള്ള ഒരു കുതിപ്പിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. അപ്പൊ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് ഹോം മീറ്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതേപോലെ ഫോക്കസ് മീറ്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നതാണ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്. നമ്മള് എപ്പോഴും നമ്മളോട് പറയാറുണ്ട് ഹോം മീറ്റിംഗ് വെക്കണം, ഹോം മീറ്റിംഗ് വെക്കണം, ഹോം മീറ്റിംഗ് വെക്കണം എന്നുള്ളത് അല്ലെ. ഹോം മീറ്റിങ്ങുകളുടെ എണ്ണം കൂടിയ ടീം പെട്ടെന്ന് വളരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഫോക്കസ് മീറ്റിങ്ങിന്റെ എണ്ണം കൂടുന്ന സ്ഥലങ്ങളിലും നമുക്ക് യങ്സ്റ്റിനെ കാണാൻ പറ്റും അല്ലെ. അപ്പൊ ഹോം മീറ്റിംഗ് ആർക്ക് വേണ്ടിയിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോം മീറ്റിംഗ് നിങ്ങൾ വെക്കുന്ന ടൈമും അതേപോലെ തന്നെ അതിൽ കയറ്റാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകളും എങ്ങനത്തെ ആളുകളാണ് നിങ്ങൾ പ്ലാൻ ചെയ്യണം. അതല്ലാതെ നമുക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് ഹോം മീറ്റിംഗ് വെച്ചതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ 8 കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. നമ്മൾ ഹോം മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വീടുകളിൽ നിന്ന് ലേഡീസ് മീറ്റിങ്ങിന് കയറിയിട്ട് പ്രൊഡക്റ്റ് പോകുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. അതിന് ബിസിനസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ലേഡീസിനെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും അല്ലെ. എന്നാൽ നമുക്കൊരു യങ്സ്റ്റിനെ നമുക്ക് ഹോം മീറ്റിങ്ങിലൂടെ സെലക്ട് ചെയ്യാൻ കഴിയൂല. അതേപോലെ തന്നെ ജെൻസിനെ നമുക്ക് ഒരു ഹോം മീറ്റിങ്ങിലൂടെ വേണ്ട രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ കഴിയാറില്ല. സാധാരണ നമുക്ക് ജെൻസിനെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഫോക്കസ് മീറ്റിംഗ് തന്നെ വെക്കണം. എന്താണ് ഹോം മീറ്റിംഗ്, എന്താണ് ഫോക്കസ് മീറ്റിംഗ്? പുതിയതായി വന്ന ആളുകൾ എന്നോട് എൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ചോദിക്കുകയുണ്ടായി. ഞാൻ അറിയില്ലായ്മോണ്ട് പറഞ്ഞതാണ് എന്നോട്. അങ്ങനെ ഫോക്കസ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്ത ആളുകൾ പറയാണ്. അപ്പൊ ഒരു ഫോക്കസ് മീറ്റിങ്ങിന് വന്ന സമയത്ത് അപ്പൊ ഫോക്കസ് മീറ്റിംഗ് എന്താണ് എന്നുള്ളതും കണ്ടു. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളെ ഓരോ ഡിസ്ട്രിബ്യൂട്ടർമാരും എത്രത്തോളം ബോധേഡാണ് എന്നുള്ളത് നമുക്ക് അതിമെന്ന് ആലോചിച്ച് നോക്കാം അല്ലെ. ഫോക്കസ് മീറ്റിംഗ് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മളുടെ ഏരിയകളിലുള്ള ഓരോ ഏരിയ ബേസ് ചെയ്തിട്ട് നമുക്ക് ആ ഏരിയകളിലുള്ള ആളുകളെ ഒരു വ്യക്തി മാത്രം പ്ലാൻ ചെയ്യാതെ ആ ഏരിയകളിലുള്ള കുറച്ച് ആളുകൾ 3-4 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കൂടി ഒരുമിച്ചിട്ട് ഒരു ഫോക്കസ് മീറ്റിംഗ് വെക്കുമ്പോൾ ആ ഏരിയ ഫോക്കസ് ചെയ്തിട്ട് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ജെൻസിനെയും അതേപോലെ യങ്സിനെയും ഒക്കെ പെട്ടെന്ന് നമുക്ക് കിട്ടാൻ ഏറ്റവും നല്ലത് ഫോക്കസ് മീറ്റിംഗ് ആണ്. അതെപ്പോ വെക്കണം? രാവിലെ 2 മണി, ഉച്ചക്ക് 2 മണിക്കോ രാവിലെ 11 മണിക്കോ വെച്ചാൽ പറ്റുമോ? പറ്റൂല. അത് ഏറ്റവും കൂടുതൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 7 മണിക്ക് ശേഷം വെക്കണം അല്ലെ. വൈകിട്ട് ഒരു മരുപസ്കാരത്തിനൊക്കെ ശേഷം ജോലിക്ക് പോകുന്ന ഏതൊരാൾക്കാരും വന്ന് ഒന്ന് റിലാക്സ് ആയി വീട്ടിലൊക്കെ ഒന്ന് അങ്ങാടിക്കൊക്കെ ഇറങ്ങുന്ന ഒരു സമയത്ത് നമ്മളൊരു ഫോക്കസ് മീറ്റിംഗ് വെച്ച് അതൊരു കത്തൊക്കെ അടിച്ച് ക്ഷണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഈ അവസരം കേൾക്കും. ഈ അവസരം വേണ്ട രീതിയിൽ കേൾക്കാത്തതിന്റെ പ്രശ്നമാണല്ലോ ആളുകൾ ജോയിൻ ചെയ്യാത്തത് അല്ലേ. അപ്പൊ കേട്ട എല്ലാവരും ഇത് ഉൾക്കൊണ്ടോളണം എന്നില്ല. പക്ഷെ എന്നാലും 10 പേര് കേട്ട് കഴിഞ്ഞാൽ ഒരു 4 പേരെങ്കിലും ജോയിൻ ചെയ്യും. ഫോക്കസ് മീറ്റിംഗിൽ നമ്മൾ അറ്റൻഡ് ചെയ്യിപ്പിച്ചാൽ അത് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഒരു ഏരിയകളിൽ 3-4 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർ ഒരുമിച്ച് കൂടിയിട്ട് ഐക്യത്തോടെ നിന്നാലേ നടക്കുള്ളൂ. ഐക്യത്തോടെ നിന്ന് ഒരു മീറ്റിംഗ് വെച്ച് 4 പേർക്കും അല്ലെങ്കിൽ 3 പേർക്കും അല്ലെങ്കിൽ എത്ര പേരാണോ ഉള്ളത് വെച്ചാൽ അവർക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് സെപ്പറേറ്റ് ആളുകളെ ക്ഷണിച്ചിട്ട് ഒരു മീറ്റിംഗ് വെക്കുന്നതാണ് ഫോക്കസ് മീറ്റിംഗ്. ആ ഫോക്കസ് മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ തുടങ്ങി അന്ന് തൊട്ട് ഇന്ന് വരെ അതുകൊണ്ട് വലിയ ഗ്രോത്ത് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു യങ് ടീമിനെയും ജെൻസ് ടീമിനെയും നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് ഫോക്കസ് മീറ്റിങ്ങിലൂടെയാണ്. അതേപോലെ തന്നെ ഹോം മീറ്റിംഗ്, പല ആളുകളും ഹോം മീറ്റിംഗ് വെക്കുന്ന സമയത്ത് എങ്ങനെയാണ്, നിങ്ങൾ ഓരോരുത്തരും ഹോം മീറ്റിംഗ് വെച്ചിട്ടുണ്ടോ? അത് നിങ്ങൾ എല്ലാവരും ഹോം മീറ്റിംഗ് വെച്ച ആളുകളാണോ, അതോ ഹോം മീറ്റിംഗ് വെക്കാൻ മടിയുള്ള ആളുകളാണോ? ഹോം മീറ്റിംഗ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് വെച്ചിട്ടില്ലേ? ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് ഹോം മീറ്റിംഗ് നിർബന്ധമായിട്ടും നിങ്ങൾ വെച്ചിരിക്കണം. നിങ്ങളുടെ ബിസിനസിന്റെ ഗ്രോത്ത് എത്രത്തോളം വലുതാണ്, അത് വലുതാക്കാൻ എത്രത്തോളം നിങ്ങൾക്ക് കഴിയും, അത് കഴിയണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഹോം മീറ്റിംഗ്, ഫസ്റ്റ് സ്റ്റെപ്പ് ഹോം മീറ്റിംഗ് തന്നെയാണ്. പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ. എന്നാൽ ആ ഹോം മീറ്റിംഗ് വെക്കാത്ത ആളുകൾ വേണ്ട രീതിയിൽ ഈ ബിസിനസ്സിൽ ആക്റ്റീവായ ആളുകളൊക്കെ ആയിരിക്കാം, പക്ഷെ അവരുടെ വിജയത്തിന് ചെറിയൊരു ലിമിറ്റേഷൻ ഉണ്ടാവും. അവർ ചെയ്യുന്ന ബിസിനസ് എന്താണെന്ന് അവരുടെ അയൽവാസികൾക്ക് അറിയില്ല, അവരുടെ ചുറ്റുഭാഗത്തുള്ള ആളുകൾക്കോ അതല്ലെങ്കിൽ അവരുടെ സ്വന്തം ഫാമിലിക്കോ അറിയില്ല. അപ്പൊ നമ്മൾ ആ ഹോം മീറ്റിംഗ് ചെയ്യാൻ മടിക്കുന്നതിന്റെ കാര്യം കൂടെ ഞാനൊന്ന് പറയാം. നമ്മളെ കൂടെ വന്ന പുതിയതായി ജോയിൻ ചെയ്ത ആളുകൾക്ക് ഹോം മീറ്റിംഗ് വെക്കാനുള്ള മടി എന്താണെന്ന് അറിയാം. നമ്മൾ ഇങ്ങനെ ഒരു അവസരം തുടങ്ങിക്കണെന്നുള്ളത് മറ്റുള്ളവരോട് പറയാൻ വരെ, ഞാൻ ആ തുടങ്ങിയത് പറയരുത് കേട്ടോ, ഞാനാണ് ഈ അവസരം തുടങ്ങി, ഞാൻ അതിന്റെ ആളാണെന്ന് പറയരുത് കേട്ടോ എന്ന് വരെ പറഞ്ഞിട്ടാണ് ഹോം മീറ്റിംഗ് വെക്കാൻ ഒരുങ്ങുക അല്ലെ. ഞാനാണ് ഇതിന്റെ ആൾ, എന്റെ ബിസിനസ്സാണ്, ഞാൻ സ്റ്റാർട്ട് ചെയ്തിക്കണെന്നുള്ളത് നമുക്ക് ചങ്കൂറ്റത്തോടെ പറയാൻ കഴിയണം. അപ്പോഴേ നമുക്ക് ഇതിൽ വിജയിക്കാൻ കഴിയുള്ളൂ. ഒന്ന്.
ഒന്നാമത്തെ കാര്യമാണ് അത്. രണ്ടാമത്തെ കാര്യം, ഹോം മീറ്റിംഗ് വെക്കാനുള്ള മടി കാണിക്കുന്നത് സ്വന്തമായിട്ട് ഞാൻ എൻ്റെ നാട്ടില് ഇന്നലെ വരെ ഒരു വീട്ടമ്മയായിരിക്കണ ഒരാള് ഇന്നൊരു ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്റെ വീട്ടിക്ക് വരണം എന്ന് പറയുമ്പോൾ അതിനൊരു ഉളുപ്പിന്റെ കുപ്പായുണ്ട് അല്ലെ, ഒരു ചമ്മലുണ്ട്. ചെന്ന് കയറുന്ന സമയത്ത് ഒരു ഡോറ് തുറന്ന് എന്താ എന്നോട് പ്രതികരിക്കുക എന്നുള്ളത്. അപ്പൊ നിങ്ങളൊക്കെ എങ്ങനെയാണ് ഹോം മീറ്റിംഗ് വെക്കല് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ ഹോം മീറ്റിംഗ് സെറ്റ് ആക്കുന്ന രീതി ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ അങ്ങനെയാണോ വെക്കല് എന്ന് നോക്കിയിട്ട് നിങ്ങൾ വെക്കുന്നതിൽ വിജയിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിലൊന്ന് ഹോം മീറ്റിംഗ് സെറ്റ് ആക്കി വെക്കൊണ്ട് ജോയിൻ ചെയ്ത് എല്ലാവരും ഹോം മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കും. നിങ്ങൾക്ക് ഹോം മീറ്റിംഗ് ചെറപറ വരും. 1-to-1 ഇല്ല ഓട്ടത്തിന് ഒരു പരിധി വരെ കുറവ് വരും. ഹോം മീറ്റിംഗിൽ ഒരു 10 ആളെ സെപ്പറേറ്റ് കാണുന്നതിന് പകരം ഒരു ഹോം മീറ്റിംഗിലേക്ക് ആളുകളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടം കുറയും, റിസൾട്ട് കൂടും. പക്ഷെ ഏത് രീതിയിൽ ഹോം മീറ്റിംഗ് വെക്കണം, ആദ്യമായിട്ട് ജോയിൻ ചെയ്ത പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കണം. അന്ന് കേൾക്കാത്ത ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് ലിസ്റ്റ് ബിൽഡ് ചെയ്യണം എന്നുള്ളത് അല്ലേ. അപ്പൊ അധികം ആളുകൾക്കുള്ള പ്രശ്നം എന്താണ്, ലിസ്റ്റ് ബിൽഡ് ചെയ്യാൻ അതിപ്പോ എന്താ 2000 ആൾക്കാരിന്റെ ഫോണിലുണ്ട്, പിന്നെ ഇനിയിപ്പോ എന്തിനാ ഇനി പ്രത്യേകിച്ച് ഒന്നും എഴുതേണ്ട കാര്യമുണ്ടോ, അതിപ്പോ ഓൾറെഡി എഴുതി വെച്ചതല്ലേ എന്നുള്ളത്. അല്ല, നിങ്ങളുടെ ലിസ്റ്റില് 2000 ആൾക്കാരുണ്ടെങ്കിലും നിങ്ങളെ വീട്ടിലൊരു കല്യാണോ സൽക്കാരോ നിശ്ചയോ വരുന്ന സമയത്ത് നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കാറില്ലേ? നിങ്ങൾ നിങ്ങളുടെ ഫോണിലുള്ള ആളുകളെ എല്ലാരെയും ഏതൊരു മേഖലയിലേക്കും നിങ്ങളെ വീട്ടിൽ എന്തൊരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ ക്ഷണിക്കാറില്ലല്ലോ. അതിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് അത് ഡെവലപ്പ് ചെയ്യാൻ കഴിയൂലല്ലോ. അപ്പൊ അതുകൊണ്ട് സെലക്റ്റീവ് ആയ കുറച്ച് ആളുകളെ നിങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് എടുത്തൊരു 100 പേര്, മിനിമം 100 പേരെ നിങ്ങൾ ക്ഷണിക്കാനുള്ള ഒരു നിങ്ങളുടെ ബുക്കിലേക്ക് ഡയറിയിലേക്ക് നിങ്ങൾ എഴുതി വെക്കണം. ആ ലിസ്റ്റ് ഇട്ടത് പ്രകാരം നിങ്ങൾ അപ്ലൈന് നിങ്ങൾ അത് കാണിച്ചു കൊടുത്തിട്ട് കൊണ്ടുവന്ന വ്യക്തി പ്രത്യേകം ശ്രദ്ധിക്കണം ഹോം മീറ്റിംഗിന്റെ കാര്യത്തിൽ. പുതിയതായി വന്ന ആളുകൾക്ക് ഹോം മീറ്റിംഗ് എങ്ങനെ വെക്കണം എന്നുള്ളത് ഒരു പക്ഷെ അറിയില്ല. അപ്പൊ നമ്മൾ കൊണ്ടുവന്ന വ്യക്തിക്കാണ് ഹോം മീറ്റിംഗിന്റെ ഇൻചാർജ്. എന്താ അവര് ചെയ്യേണ്ടത്? അവര് ചെയ്യേണ്ടത് ആദ്യം ഹോം മീറ്റിംഗ് വെക്കാന് ലീഡേഴ്സിന് എന്നത്തെ ദിവസത്തേക്ക് കിട്ടുന്നു നോക്കുക. ലീഡേഴ്സിന് ആദ്യം ബുക്ക് ചെയ്തേക്കുക. ഹോം മീറ്റിംഗ് സെറ്റാക്കി നാട് മുഴുവൻ പറഞ്ഞ് അല്ല ആളുകളോടൊക്കെ ക്ഷണിച്ചിട്ടല്ല ലീഡേഴ്സിന് ഒഴിവുണ്ടോ നോക്കുക. ലീഡേഴ്സിന് ആദ്യം ഇന്നൊരു ദിവസം മീറ്റിംഗ് വെക്കാം, നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളത് ചോദിച്ച് ഡേറ്റ് വാങ്ങി വെക്കുക. ആ ദിവസം പറ്റൂല എന്നുണ്ടെങ്കിൽ ലീഡേഴ്സിന് പറ്റുന്ന ഒരു ദിവസം 1-2 ദിവസം നോക്കിയിട്ട് ഏത് ദിവസങ്ങളിലാ പറ്റുക നോക്കിയിട്ട് അങ്ങനെ ഒരു ദിവസം നിങ്ങൾ ഫിക്സ് ചെയ്തെക്കുക. ആ ഫിക്സ് ചെയ്ത പ്രകാരം നിങ്ങൾ ആ പുതിയതായി ജോയിൻ ചെയ്ത ആളോട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് അവർക്കും കൂടെ മീറ്റിംഗ് വെക്കാൻ പറ്റിയൊരു ദിവസമാണെന്നുണ്ടെങ്കിൽ ലീഡേഴ്സിനോട് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ മീറ്റിങ്ങിന് ഇറങ്ങാൻ. അതിനുശേഷം നിങ്ങൾ ഒരു മാറ്റർ നിങ്ങളുടെ ലീഡേഴ്സിന്റെ എല്ലാ ലീഡേഴ്സിന്റെ അടുത്തും ഉണ്ടാവും. ഹോം മീറ്റിങ്ങിന് നമ്മൾ നോട്ടീസ് അടിക്കണ ഒരു പോസ്റ്റർ, ആ പോസ്റ്റർ കൊടുത്ത് ഒരു 100-150 ടിക്കറ്റ് നിങ്ങൾ ടിക്കറ്റ് അല്ല, അതിന് പോസ്റ്റർ, ഒരു ചെറിയൊരു നോട്ടീസ് നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ, ആ നോട്ടീസ് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ നോട്ടീസ് അടിക്കുന്നതിന്റെ മുന്നേ നിങ്ങൾ ആദ്യം പോയിട്ട് നിങ്ങളെ ആ ജോയിൻ ചെയ്ത വ്യക്തിയുടെ നാട്ടിലുള്ള അവര് താമസിക്കുന്ന വാർഡിലുള്ള മെമ്പറെ പോയിട്ട് കാണും. മെമ്പറെ പോയിട്ട് കണ്ട് അധിക മെമ്പർമാരും ഈ ബിസിനസിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് എന്തൊക്കെയോ ഉടായ്പാണെന്നുള്ള രീതിയിലാണ് അവരൊക്കെ ധാരണ. അപ്പൊ അവരാണ് എല്ലാ രീതിയിലും ആ വാർഡിലുള്ള ആളുകളെ ആ രീതിയിലുള്ള ആളുകളെ നെഗറ്റീവ് ആക്കുക. അപ്പൊ അവരോട് കാര്യങ്ങൾ സംസാരിച്ച് ആ നാട്ടിന്റെ നേതാവ് അവരാണല്ലോ അല്ലെ, അവരിലൂടെയാണല്ലോ എല്ലാ കാര്യം പോകേണ്ടത്. അപ്പൊ ആ നേതാവിനെ തന്നെ നിങ്ങൾ പോയി കണ്ട് അവരോട് സംസാരിക്കണം. നമ്മൾ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാനുള്ള ഒരു പ്രവർത്തനത്തിന്റെ പിന്നിലാണ്. അത് ഡയറക്റ്റ് മാർക്കറ്റിനെ കുറിച്ച് സംസാരിക്കുന്നതിന്റെ മുന്നേ ആരോഗ്യം ഇല്ലാത്ത ഒരു സമൂഹത്തിനെ കുറിച്ച് സംസാരിച്ചിട്ട് ആ സമൂഹത്തിന് ഒരു ആരോഗ്യം ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ ഭക്ഷണ രീതി, ഇന്നത്തെ നമ്മുടെ ജീവിതശൈലി ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അതിൽ നിന്നൊരു മുക്തി നേടണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വെൽനസ് പ്രോഡക്റ്റുകൾ നമ്മൾ ജനങ്ങളെ ഉപയോഗിച്ചേ പറ്റൂ. അപ്പൊ നമ്മളെല്ലാ നാട്ടിലുള്ള ആളുകളെ നമ്മൾ ഓരോരുത്തരും കാണാറുണ്ട് പാലിയേറ്റീവിന്റെ വണ്ടി മുടങ്ങാതെ പോണത് അല്ലെ. ഓരോ വീടുകളിലും പല അസുഖങ്ങളുള്ള സ്ഥലത്തും പാലിയേറ്റീവിന്റെ വണ്ടി കറങ്ങണത് കാണാറുണ്ട്. പാലിയേറ്റീവിന്റെ വണ്ടി കറങ്ങണത് എന്തിനാണ്? കിഡ്നി പോയോലെ, ഡയാലിസിസ് ചെയ്യുന്ന പോലെ, മൂത്രം പോരാത്ത ആളുകളെ, മലം പോരാത്ത ആളുകളെ, അതേപോലെ ഇൻസുലിൻ അടിക്കുന്ന ആളുകളെ, പൊട്ടിമുറിവായ ആളുകളെ, ഇവരെയൊക്കെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വീട്ടിൽ ചെല്ലണത് അല്ലെ. നമ്മൾ ചെയ്യുന്നത് ഇതൊന്നും പൊട്ടാതെയും അതേപോലെ ഡയാലിസിസിന്റെ ആവശ്യമില്ലാതെയും അതേപോലെ മൂത്രം നേരാൻ വണ്ണം പോരാനും മലം നേരാൻ വണ്ണം പോരാനും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മരണം വരെ ആരോഗ്യത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അവസരത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. മാർക്കറ്റിംഗ് നമ്മളത് ഡയറക്റ്റ് ആണ്.
അതൊക്കെ ഓക്കെ. പക്ഷെ ഈ പ്രൊഡക്റ്റ് ജനങ്ങളിടയിൽ നമ്മളെ നാട്ടിൽ പോസിറ്റീവ് ആക്കിയാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഹോം മീറ്റിങ്ങിന് നമ്മൾ ഇത്തരം കാര്യങ്ങള് മെമ്പറോട് പറഞ്ഞു കൊടുത്തിട്ട് മെമ്പറെ നിങ്ങളും കൂടെ നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ഏരിയയിലുള്ള ആളുകളെ നമുക്ക് വലിയ ഉയരങ്ങളിൽ എത്തിക്കാനും സാമ്പത്തികമായിട്ട് ഉയരങ്ങളിൽ എത്തിക്കാനും ആരോഗ്യപരമായിട്ട് ഒരുപാട് മെച്ചപ്പെടുത്താനും പറ്റിയൊരു അവസരമാണ്. ഇനി നിങ്ങളും കൂടെ വേണം എന്ന് പറഞ്ഞ് അവരെ കണ്ട് നിങ്ങൾ ഗസ്റ്റ് ആയിട്ട് ഞങ്ങൾ നോട്ടീസ് അടിക്കണേൽ നിങ്ങളെ പേരൊന്ന് പറയണം, നിങ്ങളെ ഞങ്ങളൊരു ഗസ്റ്റ് ആയിട്ട് ക്ഷണിക്കുന്നുണ്ട്, നിങ്ങളൊരു ആമുഖ പ്രസംഗം നിങ്ങൾ നടത്തണം എന്നും കൂടെ പറഞ്ഞ് നമ്മൾ അവരെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ പോന്നു കഴിഞ്ഞ് ഡേറ്റും വാങ്ങി പോന്നാല് ഏരിയയിൽ ആദ്യം നമ്മൾ എത്തുന്നതിന്റെ മുന്നേ മെമ്പർ എത്തിയിട്ടുണ്ടാവും. അതേപോലെ ക്ഷണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡിസ്ട്രിബ്യൂട്ടറെ നേരിട്ട് ഒരു ഫീൽഡിലേക്കാണ് ഇറക്കി വിട്ട് വീട് വീടാന്തരം കയറി ഇറങ്ങി ഹോം മീറ്റിംഗ് പറയാൻ പറഞ്ഞാൽ ഒരിക്കലും പോകൂല. നേരെ മറിച്ച് ഒരു കത്തൊക്കെ അടിച്ച് ഒരു നോട്ടീസൊക്കെ അടിച്ച് നമ്മൾ അവരെ കൂടെ പോയിട്ട് ആദ്യം നോട്ടീസ് വിതരണത്തിന് നമ്മൾ പോയിട്ടും കാര്യമില്ല. നമ്മൾ ഈ ഒരു കാര്യം, ഈ ഒരു ആരോഗ്യ ക്ലാസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഇതൊരു നോട്ടീസ് മറക്കണേന്ന് പറഞ്ഞ് നോട്ടീസും കൊടുക്കുക. നമ്മളെ കയ്യിലൊരു ഡയറി വേണം. നമ്മൾ ഏത് വീട്ടിലെ കയറി ആ വീട്ടിലത്തെ ആളെ നമ്പറും അവരെ പേരും നമ്മളെ കയ്യിൽ വേണം. അധികം ആൾക്കും തെറ്റ് പറ്റിപ്പോണത് എങ്ങനെയാണ്, വീട് വീടാന്തരം കയറി ക്ഷണിച്ചിട്ട് നമ്പറും വാങ്ങൂല പേരും വാങ്ങൂല. അവരെ വീട് വീടാന്തരം കയറി ഏകദേശം അധിക പേർക്കും ഒരു 5-10 വീട് പോയാൽ അവർക്ക് വലുതായി എന്നുള്ളൊരു ചിന്തയാണ്. അങ്ങനെയല്ല ക്ഷണിക്കേണ്ടത്. മിനിമം ഒരു 50 വീടെങ്കിലും ക്ഷണിക്കാൻ പറ്റുന്ന ഒരു ഏരിയയിലാവണം നിങ്ങളെ മീറ്റിംഗ്. ആള് മനസ്സിലില്ലാത്ത സ്ഥലത്തുകൊണ്ട് ഈ മീറ്റിംഗ് വെച്ചാൽ വിജയിക്കൂല. ആളുകൾ തിങ്ങി പാർക്കുന്ന ഏരിയകളിൽ ഒരു 50 വീടെങ്കിലും നമുക്ക് ക്ഷണിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നോക്കിയിട്ട് അതിന് പറ്റിയൊരു വീട് നോക്കിയിട്ട് നിങ്ങൾ ഹോം മീറ്റിങ്ങിന് സെറ്റ് ആക്കണം. അതിനുശേഷം നിങ്ങൾ ഈ കത്ത് കൊണ്ടുപോയിട്ട് ഈ നോട്ടീസ് കൊണ്ടുപോയിട്ട് ആളുകളെ ക്ഷണിച്ച് ഈ നോട്ടീസും കൊടുത്ത് അവരെ പേരും നമ്പറും നമ്മളെ ഡയറിയിൽ വാങ്ങിയിട്ടേ നമ്മൾ പോരാൻ പാടുള്ളൂ. നിങ്ങൾ എന്തായാലും എത്തണം എന്ന് പറഞ്ഞ് വേണ്ട രീതിയിൽ നമ്മളെ വീട്ടിലേക്ക് ഒരു കല്യാണത്തിനോ സൽക്കാരത്തിനോ ക്ഷണിക്കുന്ന പോലെ അതിന്റെ ഒരു പേര് മാത്രം പോയാൽ പോരാ. അവിടെയുള്ള TC ലീഡർ, ഇന്നത്തെ TC ലീഡർമാരുടെ ഒക്കെ പല ആളുകളെയും പോണ ആളുകൾ ഒരുപാടുണ്ട്. പക്ഷെ ചില ആളുകളുടെ ഒക്കെ വിചാരം എന്താണ്, ഞാൻ ടീം കോർഡിനേറ്റർ ആയില്ലേ, ഞാനിപ്പൊ അതിന് പോകുക എന്നുള്ള ചിന്തയാണ് പല ആളുകൾക്കും. നിങ്ങളാണ് നിങ്ങളുടെ ടീമിന്റെ കോർഡിനേറ്റർ. നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ടീമിന്റെ കൂടെ പോയി എന്താ നമ്മൾ വീട് വീടാന്തരം കയറി ഇറങ്ങി ക്ഷണിക്കാൻ നല്ല കാര്യത്തിനല്ലേ നമ്മൾ പോണത്. ജ്വല്ലറിക്കാർ പോലും നമ്മളെ വീട് വീടാന്തരം കയറി ഇറങ്ങിയിട്ട് സ്വർണം വിൽക്കാനാണ് അവർ വരുന്നത്. അവർ പോലും വീട് വീടാന്തരം കയറി ഇറങ്ങിയിട്ട് നമ്മളെ വീട്ടിൽ വന്ന് ക്ഷണിക്കുന്നുണ്ട് ഇല്ലേ. പിന്നെന്തിനാ നമ്മൾ ബേജാറാവണ്? നമ്മൾ പോയിട്ട് ആളുകളെ ക്ഷണിച്ച് നമ്മളുടെ ടീം വിജയിക്കണമെങ്കിൽ ഇത് ചെയ്തേ പറ്റുള്ളൂ. ലീഡർമാരാണ് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ സംഭവം നടക്കൂല. അപ്പൊ അവരെ കൂടെ പോയി ക്ഷണിച്ച് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ജോയിൻ ചെയ്ത ഡിസ്ട്രിബ്യൂട്ടറും അതിനെ ഡയറക്റ്റ് കൊണ്ടുവന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും. അവരും ഒരു ഫാസ്റ്റ് ട്രാക്കറോ TCO ലീഡറും കൂടെ പോയിട്ട് ഒരു 3-4 ആള് പോയിട്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ പള്ളി കമ്മിറ്റിന്റെ പിരിവിനും അതേപോലെ അമ്പല കമ്മിറ്റിന്റെ പിരിവിനും ഒക്കെ വരല ആരാണ്? ഒരാളെടുത്ത് വരൂല. ഒരാളെടുത്ത് വന്ന ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇമ്പോർട്ടന്റ് കൊടുക്കൂല. നേരെ മറിച്ച് ഒരു 3-4 ആളുകള് അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് അത് നല്ല ടിപ്പിൽ ചെന്നിട്ടാണ് വിളിക്കുന്ന സമയത്ത് എന്തോ കാര്യമായ ഒരു കാര്യം അല്ലെങ്കിൽ 3-4 എണ്ണം അങ്ങനെ ഇറങ്ങൂലല്ലോ, നമുക്കൊന്ന് പോയോക്കാം എന്ന രീതിയിൽ ആളുകൾ അതിനെ സീരിയസ്നെസ്സോട് കൂടെ കാണും. അവരെന്ത് ചെയ്യും? ആ ഹോം മീറ്റിങ്ങിന് എന്തായാലും ഒന്ന് പോയോക്കാന്നുള്ള രീതിയിൽ എത്താതിരിക്കൂല. അങ്ങനെ നിങ്ങൾ 3-4 പേര് കൂടിയിട്ടാണ് ഒരു ജാതക്കുള്ള ആള് വേണോ ഹോം മീറ്റിങ്ങിന് ക്ഷണിക്കാൻ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിയിട്ടുണ്ട്. ആ രീതിയിൽ ക്ഷണിച്ചാലേ ആളുകൾ ഇതിന് വാല്യൂ കൊടുക്കുള്ളൂ. നമ്മൾ വാല്യൂ ഇല്ലാതെ ഒരു ഹോം മീറ്റിംഗ് പോണത് എന്തുകൊണ്ടാ, പ്രൊഡക്റ്റ് പോകാത്ത എന്തുകൊണ്ടാ? ഈ രീതിയിൽ നമ്മൾ ഹോം മീറ്റിംഗ് നടത്താത്തതുകൊണ്ടാണ്. ഇങ്ങനെ നിങ്ങളൊന്ന് സെറ്റ് ആക്കി നോക്കൂ. എവിടെ മീറ്റിംഗ് വെച്ചാലും അടിപൊളിയായിട്ട് 35,000 റുപ്യന്റെ പ്രോഡക്റ്റ് എടുത്ത് പോകുന്ന ഒരാളെ പുഷ്പം പോലെ പിറ്റത്തെ ആഴ്ച നമുക്ക് 15,000 റുപ്യക്കെങ്കിലും റീപർച്ചേസ് ചെയ്യിപ്പിക്കാൻ പറ്റും. എങ്ങനെയാവണം? ഈ രീതിയിലാണ് നമ്മളെ ഹോം മീറ്റിംഗ്. 35,000 റുപ്യ പറയാൻ തന്നെ നമ്മളുടെ ഉള്ളിൽ ആന്തലം എന്താണെന്ന് അറിയോ? ഈ പ്രൊഡക്റ്റ് കട്ടിലോട്ട് കിടക്കും എന്നുള്ള വേജാറാണ്. ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ടീമിൽ ടീം മീറ്റിംഗ് പ്ലാൻ ചെയ്യുക, ഹോം മീറ്റിംഗ് പ്ലാൻ ചെയ്യുക. അങ്ങനെ ഹോം മീറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ ആ ചെല്ലണ സ്ഥലത്ത് ആദ്യം തന്നെ സെറ്റ് ആക്കണം. നമ്മൾ ചെന്ന് മീറ്റിംഗ് തുടങ്ങുന്ന സമയത്ത് ചായയും കടിയും കൊണ്ടുവരാൻ അയക്കരുത്. സാർ എപ്പോഴും പറയാറുണ്ട് ചൂടുള്ള ചായ കൊണ്ടുവരണം എന്നുള്ളത്. അത് എപ്പോ കൊണ്ടുവരണം? ഹോം മീറ്റിംഗ് നമ്മൾ ആദ്യമായിട്ട് ഒരുപാട് ലീഡർമാർ പോകുന്ന വിചാരിച്ച് ഒരുപാട് ലീഡർമാർ സംസാരിക്കാനും നിൽക്കരുത്. ആദ്യം ഒരാള് അവിടെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, മെമ്പറെ കൊണ്ട് സംസാരിപ്പിക്കുക. മെമ്പർ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നതിനെക്കാട്ടിലും ഉഷാറായിട്ട് മെമ്പർ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ മെമ്പർക്ക് അല്ലെങ്കിൽ എന്താ പറയുന്നറിയോ, മെമ്പറോട് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും നമ്മൾ മുന്നേ കൂട്ടി പറഞ്ഞിട്ടില്ലെങ്കിൽ
ഞാൻ ഇത് എന്താ കാര്യം എന്നുള്ളതൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഒരു ഗസ്റ്റ് ആയിട്ട് പോലും ക്ഷണിച്ചു, ഞാൻ വന്നു, അതിന്റെ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിച്ചു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി കേട്ടോ, ഇത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ആരും വാങ്ങണ്ട എന്നുള്ള രീതിയിൽ വാദിപ്രതിയാണ് രീതിയിലേക്കുള്ള ക്ഷണം നടത്തരുത്. അപ്പൊ ഇത് എന്താണ് ഇതിന്റെ സാരം ഉള്ളിലുള്ളത് എന്താണ് എന്നുള്ളത് നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ട് അവരെ മീറ്റിങ്ങിന് ക്ഷണിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടി നിങ്ങൾക്കാണ് കിട്ടുക. അപ്പൊ ആ രീതിയിൽ നമ്മൾ മെമ്പറെ കൊണ്ടുവന്ന് മെമ്പറെ കൊണ്ട് സംസാരിക്കുന്ന സമയത്ത് അടിപൊളിയായിട്ട് മെമ്പർ ഇതിനെ കുറിച്ച് സംസാരിക്കും. നിങ്ങൾ ഓരോരുത്തരും വാങ്ങിയിട്ട് നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കണം, ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പോകണമെങ്കിൽ ഇതുപോലത്തെ ഉൽപ്പന്നങ്ങൾ അത്യാവശ്യമാണ് എന്നാണ് പറയുമ്പോൾ ഒരു കുട്ടിയില്ലാതെ ഒരു കുട്ടിയില്ലാതെ പ്രൊഡക്റ്റ് വാങ്ങും. അതിനുശേഷം നമ്മളുടെ ഒരു ഹെൽത്ത് മീറ്റിങ്ങിനും കൂടെ നമ്മൾ മെമ്പറെ ഇരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, മെമ്പർ മുന്നിൽ കണ്ടിറങ്ങും. അപ്പൊ ആ രീതിയിൽ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് നോക്കൊണ്ടു. 35,000 പ്രോഡക്റ്റ് ഒരു ഹോം മീറ്റിംഗ് വെച്ചാല് 36,000 പ്രൊഡക്റ്റും 40,000 പ്രൊഡക്റ്റും ഒക്കെ പോണുണ്ടെങ്കിൽ ഈ രീതിയിൽ മീറ്റിംഗ് വെക്കണോണ്ടാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അവിടുന്ന് ആ ഹോം മീറ്റിംഗ് കഴിഞ്ഞ് അവിടെ അതിനെന്ത് വേണം, ഒരു ലീഡറും അതേപോലെ തന്നെ അവിടേക്ക് ആ ഡിസ്ട്രിബ്യൂട്ടറും ഉണ്ടായാൽ പോരാ, ഒരു 3-4 ലീഡർമാരവിടെ വേണം. എന്തിനു? സംസാരിക്കാനല്ല. മീറ്റിംഗ് കഴിഞ്ഞ 10-50 ആളുകൾ വന്ന ആളുകൾ മീറ്റിംഗ് കഴിഞ്ഞ ഒഴുക്കമട്ടിൽ ഒഴുക്കുവെള്ളം പോകുമ്പോൾ പോകും. അങ്ങനെ പോകാൻ അയക്കാതിരിക്കണമെങ്കിൽ ഒരു 4-5 ലീഡർമാർ നമ്മളൊപ്പം വേണം. എങ്ങനത്തെ ലീഡർമാര്? ഫാസ്റ്റ് ട്രാക്കർ ആയിക്കോട്ടെ, ബെറി സ്റ്റാർ ആയിക്കോട്ടെ, ബെറി ഡബിൾ സ്റ്റാർ ആയിക്കോട്ടെ, അതിന്റെ മുകളില് വരുമാനം കിട്ടുന്ന എത്ര ലീഡർമാരുണ്ടോ അങ്ങനെ എല്ലാവരും വേണ്ട ഒരു 4-5 ആൾക്കാര്. ഓരോരുത്തരും ഓരോ ഡൗട്ട് ചോദിക്കുമ്പോൾ ഒരു ലീഡർക്ക് ഇത് പറഞ്ഞു കൊടുത്താൽ മുഴുവനാക്കാൻ കഴിയൂല. അപ്പൊ അതിന് മറ്റുള്ളവർ ചോദിക്കും, പോകാൻ നേരം പോകും. അപ്പൊ ഓരോരുത്തരും ചോദിക്കുന്ന ഡൗട്ട് ക്ലിയർ ചെയ്ത് ഒരാൾ ഒരു ഡയറിയും പേനയായിട്ട് നിൽക്കണം. രാവിലെ മീറ്റിങ്ങിന് ക്ഷണിക്കാൻ ഡയറിയിലും പേനയിലും ആളെ ക്ഷണിച്ച ആൾക്കാരെ രാവിലെ തൊട്ട് 2 ആള് കൂടി ഇരുന്നിട്ട് ഡയറക്റ്റ് വിളിച്ച ആളുകളെയൊക്കെ ഒന്ന് ഫോണിൽ കൂടെ കോൾ ചെയ്യണം. ഇന്നാണ് കേട്ടോ ഞങ്ങൾ ക്ഷണിച്ച ദിവസം, ഇന്നാണ് കേട്ടോ, നിങ്ങൾ എല്ലാവരും വരണം കേട്ടോ. ഇനി നമ്മുടെ ഡയറിയിൽ പേരും ഫോൺ നമ്പറും വേണ്ടേ? ആ രീതിയിലാണ് ക്ഷണിക്കണം. ആ രീതിയിൽ ക്ഷണിച്ചിട്ട് എല്ലാവരെയും രണ്ടാമത് വിളിച്ചു എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാല് ആ മീറ്റിംഗ് എല്ലാവരും എത്തിക്കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക. ലീഡേഴ്സിനെ കൊണ്ടുപോയിട്ട് മുന്നേ കൂട്ടി ആ മീറ്റിംഗിൽ ഇരുത്തും ചെയ്യരുത്. മീറ്റിങ്ങിന് എല്ലാവരും എത്തിയതിനു ശേഷം ലീഡേഴ്സിനെ അവിടേക്ക് ക്ഷണിക്കുക. അതിനുശേഷം ഒരു ഇൻട്രൊഡക്ഷൻ ഒരാൾ കൊടുക്കുക, മെമ്പറെ കൊണ്ട് സംസാരിപ്പിക്കുക. മെമ്പർ സംസാരിച്ചതിന് ശേഷം ലീഡർ ക്ലാസ് എടുക്കുക. ലീഡർ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ പിന്നെ ആരെങ്കിലും ഒരാൾ പ്രൊഡക്റ്റ് പറയണമെങ്കിൽ പറയാം. പ്രൊഡക്റ്റ് പറഞ്ഞതിന് ശേഷം ഒരാളെ എക്സ്പീരിയൻസും ഷെയർ ചെയ്യുക. എല്ലാവരും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യരുത്. ഒരാളെ എക്സ്പീരിയൻസും കൂടെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓൽക്കൊരു 5 മിനിറ്റ് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള ടൈം കൊടുക്കുക. അതിന്റെ ഇടയിലാണ് ചായ കൊടുക്കേണ്ടത്. അതിന്റെ മുന്നേ ടീം പറയാതെ, ലീഡർമാർ പറയാതെ ചായ കൊണ്ടുവന്ന് കൊടുക്കരുത്. നിങ്ങൾ വിജയത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് വെച്ചാല് ചായ കുടി കഴിഞ്ഞ പാട് പല ആൾക്കാരും ഇങ്ങനെ പോകും. അപ്പൊ ഈ സംസാര വിഷയത്തിന്റെ ഇടയിൽ കൂടെ ചായ കൊണ്ടു കൊടുത്ത് അതിന്റെ ഇടയിൽ നമ്മൾ ഈ പ്രോഡക്റ്റിന്റെ ഡൗട്ട് ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കാൻ വരും. വന്ന ആളുകൾക്കും വരാത്ത ആളുകൾ, പിന്നെ പ്രോഡക്റ്റ് വേണം എന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിക്കാത്ത ആളുകൾക്കും നമ്മൾ ഒരു പേസ്റ്റും ഒരു കട്ടയും പാത്രം കഴുകണ നമ്മളുടെ റൗണ്ട് ബാറും കൊടുക്കാതെ ഒറ്റ കുട്ടിനെയും പോകാനയക്കരുത്. വന്ന ആളുകളുടെ കയ്യിലൊക്കെ വേണമെന്ന് പറഞ്ഞോലും വേണ്ടാന്ന് പറഞ്ഞോലും ഒക്കെ കയ്യിൽ നമ്മളാണ് കൊടുക്കണം. നമ്മളാണ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഒരു 10 പേസ്റ്റും 10 പാത്രം കഴുകണ കട്ടയും 35,000 പ്രൊഡക്റ്റിൽ ഈ സംഭവം ഉണ്ടാവണം. ഹോം മീറ്റിംഗ് വെക്കുമ്പോൾ ഇതാണ് കൊടുക്കുന്നതോട് കൂടെ ബാക്കിയുള്ള ആളുകളൊക്കെ എനിക്ക് ഇതല്ല വേണ്ടത്, എനിക്ക് അതാ വേണ്ടത് പറഞ്ഞു വരും. അങ്ങനെ ഓരോരുത്തരാണ് വാങ്ങിയിട്ട് പ്രൊഡക്റ്റ് ചറപറ പോണതോട് കൂടെ ഈ 35-ന് ജോയിൻ ചെയ്ത ആളെ ലിസ്റ്റ് എത്ര റുപ്യക്കുള്ള പ്രൊഡക്റ്റ് അവിടെ പോയി എന്നുള്ളത് നമ്മൾ മീറ്റിംഗ് എടുത്ത് കഴിഞ്ഞിട്ട് എസ്കേപ്പ് ആവുകയല്ല. അവിടെ എത്ര റുപ്യന്റെ പ്രൊഡക്റ്റ് പോയി എന്നുള്ളത്, നമ്മൾ ഇനി എത്ര റുപ്യന്റെ പ്രൊഡക്റ്റ് ഓർഡർ ഉണ്ട് എന്നുള്ളത്, ടോട്ടലി വിറ്റത് എത്ര, പൈസ വാങ്ങിയത്, ഈ വന്ന ആൾക്ക് ഇതൊന്നും വാങ്ങാൻ കഴിയൂല. അതൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ട് ടോട്ടൽ ഇതാ 25,000 പ്രൊഡക്റ്റ് പോയിട്ടോ, അല്ലെങ്കിൽ ഇത്ര റുപ്യന്റെ പ്രൊഡക്റ്റ് പോയി, ഇത്ര റുപ്യന്റെ ഓർഡർ ഇനി ഉണ്ട് കേട്ടോ, അതിലില്ല കൊടുക്കാൻ, ബാക്കിയുള്ളത് എത്തിച്ചു കൊടുക്കണം കേട്ടോ, നാളെ റീപർച്ചേസ് ചെയ്യണം, അതിനുള്ള ലിസ്റ്റ് ഇട്ടോളി പറഞ്ഞ് അവിടുന്ന് നമ്മൾ ഓർഡർ ഫോമിൽ ലിസ്റ്റും കൂടെ അടിച്ചിട്ട് പൈസ അടുത്ത പ്രോഡക്റ്റിനുള്ള പൈസ വാങ്ങിയിട്ടേ പോരാൻ പാടുള്ളൂ. ഈ രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ 35,000 ഇന്ന് ജോയിൻ ചെയ്യണ ഏത് കുട്ടികളും നാളെ ഓൽക്ക് 1,000-നും 10,000-നും 5,000-നും ഒരാളെയും ജോയിൻ ചെയ്യിപ്പിക്കില്ല. അവരെന്താ ചെയ്യുക? 35,000-ന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതും ഈ പ്രോഡക്റ്റ് എങ്ങനെ പോയി എന്നുള്ളതും അധികം ആൾക്കാരുടെയും പേടി എന്താണ്? പ്രോഡക്റ്റ് എടുത്ത കട്ടിലോട്ട് കിടക്കോ, ഇത് ആൾക്കാരെ മുന്നിൽ ബാഗ് തോളിലിട്ട് കൊണ്ടുവന്ന് വിൽക്കണ്ടേന്നാണ്. ബാഗ് തോളിലിട്ട് കൊണ്ടുവന്ന് വിറ്റാൽ നമ്മളെ പ്രൊഡക്റ്റിന്റെ വാല്യൂ പോകും. ഇങ്ങനെ ഹോം മീറ്റിങ്ങിന് ക്ഷണിച്ച് വരുത്തിയിട്ട് ഈ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരാളും ഹോം മീറ്റിംഗ് വെക്കാൻ മടിക്കൂല.
റിസൾട്ട് കാണാത്തോണ്ടാണ് ഹോം മീറ്റിംഗ് വെക്കാത്തത്. ഹോം മീറ്റിംഗിന്റെ റിസൾട്ട് നമ്മളാണ് കാണിച്ചു കൊടുത്താല് ചറപറ ഹോം മീറ്റിംഗ് ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് ഹോം മീറ്റിംഗ് 1 to 1 വർക്കേ ഞാൻ അധികം ചെയ്യാറില്ല. ഹോം മീറ്റിങ്ങുകളാണ് ഏറ്റവും കൂടുതൽ ചെയ്യാറുള്ളത്. ആ ഹോം മീറ്റിംഗ് കഴിയുന്നതോട് കൂടെ സീനിയർ ലീഡർ ആരാണോ അവരെന്ത് ചെയ്യണം, അതിൽ നിന്ന് പരുന്ത് പിന്നെ അല്ലെങ്കിൽ കഴുകന് കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചുന്നത് നോക്കുന്ന പോലെ എല്ലാത്തിനെയും ഏറ്റവും കൊണ്ടുപോകില്ല. നല്ല പറ്റുന്ന് തോന്നുന്ന ആൾക്കാരെയാണ് എന്ത് ചെയ്യുക, കഴുകനാണെങ്കിലും എന്താണെങ്കിലും പരുന്താണെങ്കിലും ഒക്കെ കൊണ്ടുപോകുക അല്ലെ. അങ്ങനെ ലീഡർക്ക് ഒരു കഴുകൻ കണ്ണ് വേണം. ഈ മേഖലയിൽ ഇന്ന് വന്ന ഈ കൂട്ടത്തില് നമുക്ക് ബിസിനസ് ചെയ്യിപ്പിക്കാൻ കഴിവുള്ളത് ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. ആ സെലക്ട് ചെയ്യുന്ന കൂട്ടത്തില് അവരോട് നേരിട്ട് പറയാം, ഈ പോലെട്ടോ എനിക്ക് നിന്നോടൊരു 5 മിനിറ്റ് സംസാരിക്കാനുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഈ പ്രൊഡക്റ്റ് വാങ്ങുന്ന ആൾക്കാരൊക്കെ കയ്യോളം 4-5 ആൾക്കാർ നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ ഓരോരുത്തരോടും സംസാരിക്കാത്തോണ്ടാണ്. എന്നോട് എനിക്ക് കാര്യങ്ങൾ സംസാരിക്കാണ്ട് പറയുമ്പോ എന്തോ ഒന്ന് പ്രത്യേകിച്ച് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട് അവരിയ്ക്കും. അവരെ ഇരുത്തിയിട്ടാണ് നമ്മൾ ബിസിനസിന്റെ പ്ലാൻ കാണിച്ചു കൊടുക്കേണ്ടത്. പ്രൊഡക്റ്റ് വിൽക്കുന്നത് അവർ കണ്ടല്ലോ, പ്രൊഡക്റ്റ് പോണത് അവർ കണ്ടല്ലോ, പോകുന്നുള്ളത് അവർക്ക് വിശ്വാസമായല്ലോ. അവിടെ നമ്മൾ ഈ ബിസിനസിന്റെ പ്ലാനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ 4-5 ആളെ തന്നെങ്കിലും നമുക്ക് അവിടുന്ന് ജോയിൻ ചെയ്യിപ്പിക്കാൻ കിട്ടും. ജോയിൻ ചെയ്ത് അവർ പൈസയും കൊണ്ടുവന്നിട്ടില്ലെങ്കിലും ഫോം ഫില്ല് ചെയ്ത് ഫോട്ടോ എടുത്ത് നമ്മൾ പോന്നാല് പിറ്റേ ദിവസം തൊട്ട് നമുക്ക് ഒരാഴ്ചത്തെ വർക്ക് ആ മീറ്റിങ്ങില്, നമുക്കല്ല മീറ്റിംഗ് എടുത്ത ലീഡർക്കല്ല, അവിടെ വല്ലാത്ത ആളുകൾക്ക് അതിന്റെ ഫോളോ അപ്പ് ചെയ്യാണ്ടാവും. ഒരാഴ്ചത്തേക്ക് ഒരു ഹോം മീറ്റിങ്ങിന്റെ ഫോളോ അപ്പ് ചെയ്യാണ്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ GTSനും അതേപോലെ ഏരിയകളിൽ നടത്തുന്ന മീറ്റിങ്ങിനൊക്കെ നമുക്ക് ആളുകളെ കൊണ്ടുവരാൻ ഏറ്റവും എല്ലാ കാര്യം ഹോം മീറ്റിങ്ങിൽ ഉണ്ടാവും. അപ്പൊ അത് നമ്മളൊരു ഹോം മീറ്റിംഗ് സെറ്റ് ആക്കി കഴിഞ്ഞാൽ തന്നെ ജോയിൻ ചെയ്ത ആളുകളെ കൊണ്ടൊക്കെ ഹോം മീറ്റിംഗ് വെക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് ശീലാക്കി വെക്കൂ. അപ്പറിയാം നമ്മളുടെ ടീമിന്റെ വിജയം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഈ രീതിയിൽ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യുക. അതേപോലെ തന്നെ ഫോക്കസ് മീറ്റിംഗ് വെക്കുക എങ്ങനെയാണ്? ഫോക്കസ് മീറ്റിംഗ് പല ആളുകളും വെക്കുക എങ്ങനെയാണ്? ടീമിന് തമ്മിൽ ഐക്യൊന്നും ഉണ്ടാവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറിയും കറങ്ങിയും അവനും ഇവന് എന്നല്ലേ ഇജോ ഞാനോ എന്നുള്ള തോന്നലാണ് പല ആളുകൾക്കും ഉണ്ടാകുക. അതില്ലാതെ ഐക്യത്തോടു കൂടെ നമ്മളൊരു മീറ്റിംഗ് വെക്കുക. നമ്മളൊരു ഫോക്കസ് മീറ്റിംഗ് ഇന്ന സ്ഥലത്താണ് വെക്കല്ലേ, അതൊരു ഹാള് വേണമെന്നില്ല, മദ്രസ വേണമെന്നില്ല. ഇനിയിപ്പോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ അംഗനവാടികളോ മദ്രസകളോ സ്കൂളുകളോ ക്ലബ്ബുകളോ എവിടെയാണോ വേണ്ടത് വെച്ചാൽ വെക്കാം. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു ഹോള്, ആരെങ്കിലും ഒരു വീടിന്റെ ഹോള് സെലക്ട് ചെയ്തിട്ട് അവിടെയും വെക്കാം. ഒരു 3-4 ഡിസ്ട്രിബ്യൂട്ടർമാര് ഒരു കൂടി നമുക്കൊരു പ്ലാൻ ചെയ്യല്ലേ എന്ന് പറഞ്ഞ ഒരു ഏരിയ ബേസ് ചെയ്തിട്ട് ഫോക്കസ് മീറ്റിംഗ് വെച്ചാൽ അതൊരു വൈകിട്ട് മഗ്‌രിബ് നിസ്കാരത്തിനൊക്കെ ശേഷം, ഇനിയിപ്പോ 6 മണിക്ക് വിളക്ക് കാട്ടലും അതേപോലെ തന്നെ മഗ്‌രിബ് നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒക്കെ ഒന്ന് റിലാക്സ് ആവുന്ന ഒരു സമയമാണ് 7 മണിക്ക് ശേഷം. ആ സമയത്ത് നിങ്ങൾ ഫോക്കസ് മീറ്റിംഗ് വെച്ചാൽ അടിപൊളിയായിട്ട് നമുക്ക് നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അടിപൊളിയായിട്ട് നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ആ സമയത്ത് നമ്മൾ കുറച്ച് 4 പേര് കൂടിയിട്ടാണ് ആളെ ക്ഷണിക്കുക അല്ലെ. അവനവനക്കുള്ള ആളുകളെയൊക്കെ നമ്മൾ സെപ്പറേറ്റ്, ഒരാൾ ആരെയാണോ ഒരാള് ലിസ്റ്റ് ചെയ്ത് ഇങ്ങനെയുള്ള സമയത്ത് നിന്റെ താഴത്ത് കൊണ്ടുവന്നിടണം, മറ്റവന്റെ താഴത്ത് കൊണ്ടുവന്നിടണം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതെങ്ങനെ ചെയ്യണം? 4 ആൾക്കും കൂടി ക്ഷണിക്കാൻ പോയി കൊടുക്കുക. അതില് സെപ്പറേറ്റ് കാണാനുള്ള ആളുകളെ ഇത് ഇന്ന ആളതാണ് അവനവൻ ലിസ്റ്റ് ഇടുക, മറ്റുള്ളവന്റെ സ്വന്തം കാണാനുള്ള ആളെ അവനവൻ ലിസ്റ്റ് ഇടുക. അവനവൻ ക്ഷണിക്കുന്ന ആളുകളെ ലിസ്റ്റ് അവനവന്റെ കയ്യിൽ വേണം. അവരെ ഫോം ഫില്ല് ചെയ്താൽ അവിടെ കച്ചർക്കും കിച്ചർക്കും ഒന്നും നിൽക്കരുത്. ലെഫ്റ്റും റൈറ്റും ലീഡർമാരോട് ചോദിച്ചിട്ടേ സ്പോൺസർ ചെയ്യാൻ പാടുള്ളൂ. ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഐക്യത്തോടു കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഫോക്കസ് മീറ്റിംഗ് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ വലിയ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റിയത് മീറ്റിംഗ് ആണ്. അത് പല ആളുകളും പറഞ്ഞാൽ മനസ്സിലാക്കൂല. ഒക്കെ എന്ത് ചെയ്യുന്നറിയോ? 2 മണിക്ക് ഹോം മീറ്റിംഗ് വെക്കാൻ പറഞ്ഞാൽ 4 മണിക്ക് ഹോം മീറ്റിംഗ് വെക്കും. 4 മണിക്ക് ഹോം മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ആൾക്കാർ സ്കൂളിട്ട് വരുന്ന സമയത്തൊന്നും കുട്ടികളെ നോക്കണം, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് ഓടി രക്ഷപ്പെടുക ചെയ്യാം. നേരെ മറിച്ച് ഫോക്കസ് മീറ്റിംഗ് വെക്കണതിനും ഹോം മീറ്റിംഗ് വെക്കണതിനും ഓരോ ടൈം ഉണ്ട്. ഹോം മീറ്റിംഗ് വെച്ചാൽ ആളെ കിട്ടണമെങ്കിൽ രാവിലെ 10 മണിക്ക് ഹോം മീറ്റിംഗ് വെച്ചാൽ ആളെ കിട്ടൂല. രാവിലെ 10 മണിക്ക് നമ്മളെ സൗകര്യത്തിന് ഹോം മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ലേഡീസിന്റെ ഒന്നും പണി തീർന്നിട്ടുണ്ടാവില്ല. അവരെ പണി തീരാതെ അവർ പുറത്തിറങ്ങൂല. നേരെ മറിച്ച് ഒരു ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് 2 മണി സമയം വെച്ച് കഴിഞ്ഞാല് ഹോം മീറ്റിങ്ങിന് ഏറ്റവും ചെയ്യാൻ പറ്റിയൊരു ടൈം 2 മണി. 2 മണി മുതൽ 4-4:30 വരെ ഇതിൻ്റെ ഉള്ളിൽ ആ മീറ്റിംഗ് തീർത്തോളണം. തീർത്ത് കഴിഞ്ഞാൽ വലിയ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ ഫോക്കസ് മീറ്റിംഗ് വെക്കുന്നത് രാവിലെ വെച്ചിട്ട് കാര്യമില്ല, 2 മണിക്ക് വെച്ചിട്ട് കാര്യമില്ല. ജോലിക്ക് പോകുന്ന ആൾക്കാരെല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമ്മളിത് കേൾപ്പിക്കണം എന്നുണ്ടെങ്കിൽ 7 മണിക്ക് ശേഷം മീറ്റിംഗ് വെക്കണം. ഹോം മീറ്റിംഗ് 7 മണിക്ക് വെച്ചാൽ ഒരിക്കലും വിജയിക്കൂല. ഹോം മീറ്റിംഗ് 7 മണിക്ക് വെച്ചാൽ ലേഡീസ് ഒന്നും 7 മണിക്ക് ശേഷം പുറത്തിറങ്ങൂല. ഹോം മീറ്റിംഗ് വിജയിക്കണമെങ്കിൽ ലേഡീസ് വേണം, ഫോക്കസ് മീറ്റിംഗ് വിജയിക്കണമെങ്കിൽ ജെൻസ് വേണം.
അപ്പൊ ഈ രണ്ടിനും രണ്ടിൻ്റെതായ ടൈം വേണം. ഒരു 7 മണിക്ക് ശേഷം വെച്ചാൽ അടിപൊളിയായിട്ട് നല്ല യങ്ങസ്റ്റ് ആയിട്ടുള്ളവരും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളെയൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താണ്, വൈകിട്ട് വെക്കുന്ന മീറ്റിങ്ങൾ നമ്മൾ സൂപ്പർ ആകണം എന്നുണ്ടെങ്കിൽ വൈകിട്ട് മീറ്റിംഗ് വെക്കണം. ഇനി അതേപോലെ തന്നെ രാവിലെ നമ്മൾ മീറ്റിംഗ്, രാവിലെ നമ്മളെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ടീം മീറ്റിംഗ് വെക്കണത്, നമ്മൾ ടീമിന്റെ മീറ്റിംഗ് വെക്കണത് രാത്രി 7 മണിക്കോ അതല്ലെങ്കിൽ ഉച്ചക്ക് ശേഷമോ വെച്ചാൽ അത് അത്ര വലിയ സക്സസ് ആയിക്കോണമെന്നില്ല. ടീം മീറ്റിംഗ് വെക്കണത് സക്സസ് ആണെങ്കിൽ രാവിലെ ഫ്രഷ് മൈൻഡിൽ രാവിലെ മീറ്റിംഗ് വെക്കണം. അത് ഏറ്റവും നേരത്തെ വെക്കാൻ പറ്റുന്നത് എപ്പോഴാണോ അത്രയും നേരത്തെ വെക്കണം. ഇനിയിപ്പോ അതില്ലെങ്കിൽ മിനിമം ഒരു 9 മണിക്കെങ്കിലും ടീം മീറ്റിംഗ് നമ്മൾ വെക്കണം. ഉച്ചക്ക് ശേഷം മീറ്റിംഗ് വെച്ചാൽ അതിൻ്റെതായ റിസൾട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല. നേരെ മറിച്ച് എല്ലാവരും രാവിലെ നല്ല മൈൻഡോട് കൂടെ കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് മീറ്റിങ്ങിന് വരുന്ന സമയത്ത്, ടീം മീറ്റിങ്ങിന് വരുന്ന സമയത്ത് നമ്മളുടെ മൈൻഡിലേക്ക് ആ കാര്യങ്ങൾ ഇറങ്ങി ചെല്ലും. ഇനി അതേപോലെ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലീഡേഴ്സിനായിട്ട് നമ്മൾ ഇരുന്നാണ്ട് എന്ത് ചെയ്യാറുണ്ട്, കൗൺസിലിങ്ങിന് ഇരിക്കാറുണ്ട് അല്ലെ. കൗൺസിലിങ്ങിന് ഇരിക്കാൻ നമുക്ക് ഏറ്റവും നല്ലത് 6 മണി അല്ലെങ്കിൽ എത്രയും നേരത്തെ 5:30-കോ 6 മണിക്കോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമ്മൾ കൗൺസിലിങ്ങിന് നമ്മളെ ലീഡേഴ്സിനായിട്ട് ഇരിക്കുന്നത്, ഏറ്റവും ടീമിനായിട്ട് നമ്മളെ ലീഡേഴ്സിനായിട്ട് സംസാരത്തിന് ഇരിക്കുന്നത് രാവിലെ ഏറ്റവും മോർണിംഗിൽ ഇരിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമ്മളെ മീറ്റിങ്ങിന്റെ സമയം, മീറ്റിങ്ങിന്റെ സന്ദർഭം, അതിനുള്ള സാഹചര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാല് ടീം മീറ്റിങ്ങിലൂടെയും ഫോക്കസ് മീറ്റിങ്ങിലൂടെയും ഹോം മീറ്റിങ്ങിലൂടെയും തന്നെ വലിയ വിജയങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 35,000-ന് ജോയിൻ ചെയ്താൽ ആനയാവൂലേ ചേനയാവൂലേ, ഒരു പേടിയും പേടിക്കണ്ട. എന്റെ ടീമില് അധിക ജോയിനിങ്ങും 35-ന് ചുരുക്കമുള്ള ജോയിനിങ്ങേ വരാറില്ല. ഇനി ജോയിനിങ് വരുന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാ, ആദ്യം തരുന്ന ആളുകൾ അഡ്വാൻസ് 5,000 തരും, അതല്ലെങ്കിൽ 10,000 തരും, അതല്ലെങ്കിൽ 15,000 തരും. അത് അഡ്വാൻസ് ആണ്. അവർക്ക് 7 ഐഡിയൻ അടിക്കും, അവരെ ഭാര്യക്കും ഭർത്താവിനും കൂടെ ഐഡിയൻ അടിക്കും, മക്കളുണ്ടെങ്കിൽ അവർക്കും അടിക്കും. ആ ഫാമിലിക്ക് ഒരു 7 ഐഡിയൻ അടിച്ചിട്ട് പർച്ചേസ് ചെയ്യുന്നത് അവർ എത്രക്കാണെങ്കിലും അതിനാണ് പർച്ചേസ് ചെയ്യും. അതിന്റെ താഴത്ത് 1-2 വർക്ക് നമ്മൾ പെട്ടെന്ന് അത് ക്ലിക്കാക്കും. 1-2 വർക്കിനുള്ള ക്യാഷ് നമ്മളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ സാധ്യത അവർക്ക് കാണിച്ചു കൊടുക്കും. നിങ്ങളുടെ താഴത്തുള്ള ജോയിനിങ് വന്നിട്ടുണ്ട്, നിങ്ങളുടേത് പെട്ടെന്ന് ഹോം ഷോപ്പ് ആക്കി കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫാമിലിക്കുള്ള ഐഡിയ നിങ്ങൾ കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴത്ത് നമുക്ക് ഈ ഒരു ടീമിനെ കൊണ്ടുപോകുമ്പോൾ ഇവർ ഐഡിയ ഒക്കെ, മറ്റേ ഐഡിയ നമുക്ക് എപ്പോ കട്ടാവുന്ന നമുക്ക് ഗ്യാരണ്ടി ഒന്നും ഇല്ലല്ലോ അടിച്ചിട്ടാല്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സാധ്യത പറഞ്ഞു കൊടുക്കാൻ നമ്മൾ മടിക്കുന്നിടത്തോളം കാലം നമ്മളെ ടീം 35-ന് ജോയിനിങ്ങിന് വരൂല. നേരെ മറിച്ച് 35,000-ന്റെ ജോയിനിങ് എന്നുള്ളൊരു ബേജാറ് നമ്മളെ ടീമിൽ വന്നാൽ, എന്നെ ഒന്നും അല്ലാത്ത വട്ടപ്പൂജയായി നിൽക്കുന്ന സമയത്ത് 35,000 റുപ്യ പല സമയത്തും പറയാറുണ്ട് മനോജ് സാറ്. ആയിഷ മേഡത്തിന്റെ അടുത്തുനിന്ന്, ആയിഷന്റെ അടുത്തുനിന്ന് 35,000 റുപ്യ വാങ്ങി പോകുന്നത് അത് ഒരു ചാക്കാരി വാങ്ങിക്കൊടുക്കാനുള്ള കഷ്ടപ്പാടുണ്ടായിരുന്നു. ആ സമയത്ത് നിശാന്ത് ആയതുകൊണ്ട് മാത്രമാണെന്ന് പറയാറുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക, ഒരാളെ ബുദ്ധിമുട്ട് നോക്കിയിട്ടല്ല നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കേണ്ടത്. അവർക്ക് പെട്ടെന്നൊരു വരുമാനം കാട്ടിക്കൊടുക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തി സീരിയസ് ആവണം എന്നുണ്ടെങ്കിൽ 5,000 രൂപക്ക് ജോയിൻ ചെയ്ത ഒരു വ്യക്തി പെട്ടെന്ന് സീരിയസ് ആവൂല, തീർച്ചയായിട്ടും സീരിയസ് ആവൂല. അവരെ കയ്യിൽ കുറച്ച് പ്രോഡക്റ്റ് വേണം, തിന്നാനും വേണം, മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാനും വേണം. അതിന് വേണമെങ്കിൽ 35,000-ന്റെ പ്രൊഡക്റ്റ് വേണ്ടേ, ശരിക്കും ഒരു 10,000 രൂപയുടെ പ്രൊഡക്റ്റെങ്കിലും മിനിമം നമ്മൾ ഒരു വ്യക്തിനെ കൊണ്ട് ഉപയോഗിപ്പിക്കണ്ടേ. ആ ഫാമിലിയിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുമോ? 35,000-ന് പ്രൊഡക്റ്റ് എടുത്ത ഒരു ഹോം മീറ്റിംഗ് കൂടി വെച്ചാൽ പ്രൊഡക്റ്റ് എന്തായാലും റീപർച്ചേസ് ചെയ്യൽ അത്യാവശ്യമാണ്. അപ്പൊ നമ്മള് എന്താ പറയാ, കൈ നനയാതെ മീൻ പിടിക്കാൻ നോക്കിയാൽ ഒരു കാര്യവും നടക്കൂല. ഉമ്മമാന്റെ മറവ് കൂടെ സ്വർഗത്തേക്ക് പോകുക അറിയാലോ. ഈ 2 ഉപമയും ഞാൻ ഇതിൽ പറയാൻ കാര്യം എന്താണ്, ലീഡർ ഉണ്ട്, ലീഡർ കൊണ്ടേക്കോട്ടെ, ലീഡർ ഉണ്ട്, ലീഡർ വന്നോളും, ലീഡർ ചെയ്തോളും, ലീഡർ കാട്ടിക്കോട്ടെ, ലീഡർ ഉത്തരവാദിത്തല്ലേ, നമ്മളെ കൊണ്ടുവന്നപ്പോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലോ, ഇങ്ങനെയുള്ള ചിന്താഗതിയൊക്കെയാണ് നിങ്ങളുടെ ഉള്ളിൽ ചെയ്യുന്നത്. അത് ഇന്ന് നിങ്ങൾ മാറ്റി വെക്കുക. ലീഡർക്ക് നിങ്ങൾ മാത്രമൊന്നുമല്ല, ലീഡർക്ക് ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങൾ ഒപ്പം നിൽക്കുകയാണെങ്കിൽ ലീഡർ നിങ്ങളൊപ്പം ഉണ്ടാവും, ലീഡർ അല്ലെങ്കിൽ വേറെ ആരിലൂടെങ്കിലും ലീഡറിന്റെ വരുമാനം ഗ്രോത്ത് ഉണ്ടാക്കി പോണുണ്ടാവും. ആ ഏതൊരു ലീഡർ ആണെങ്കിലും ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നിടത്തല്ലേ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുള്ളൂ. പണിയെടുക്കാതെ മുരടിച്ച് കുത്തിർക്കണ ആൾക്കാരെ അടുത്ത് പോയിട്ട് കൊട്ടപ്പാറമ്മ പോയി മാന്തിയാൽ എന്തെങ്കിലും കിട്ടുമോ? ഇല്ലല്ലോ. അപ്പൊ അത് നമ്മൾ ഒരു ജോലി ചെയ്യണുണ്ടെങ്കിൽ നമ്മളൊപ്പം 100% ഒപ്പം നിൽക്കാനുള്ള ആൾക്കാർ, ഇവർക്കൊരു ടീം ഉണ്ടാക്കി കൊടുത്താൽ ഓരൊപ്പം നിൽക്കും. ഇവർക്കൊരു ടീം ഉണ്ടാക്കി അത് പെരടിക്ക് വരൂല. എപ്പോഴും ഒപ്പം നിന്നിട്ട് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കണതിന് പ്രശ്നമല്ല. നേരെ മറിച്ച് ഒരു ടീം ഉണ്ടാക്കി കൊടുത്താൽ ഇങ്ങോട്ട് തൊളിക്കുമ്പോൾ അങ്ങോട്ട് പോണ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ
അവര് പോട്ടെ നോക്കും, വേറെ ആൾക്കാരുണ്ടാവും ലീഡർക്ക് ഇഷ്ടം പോലെ. അപ്പൊ അവരൊക്കെ അവരുടെ കൂടെ ഈ ബിസിനസ്സിന് നമ്മളെന്താ പറയാ, നമ്മളെ കൂടെ നിൽക്കുന്ന, നമ്മളെ കൂടെ എന്നല്ല, ഈ ബിസിനസിന്റെ കൂടെ നിൽക്കുന്ന, ഈ ബിസിനസ്സിന് വേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന, ഈ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഗ്രോത്തിന് വേണ്ടി സംസാരിക്കുന്ന ലീഡർമാരൊക്കെ ലീഡർമാരുടെ റഡാറ് തിരിയുള്ളൂ. ഒന്നും അല്ലാതെ എനിക്കതാണ്, എനിക്കിതാണ്, എനിക്ക് പ്രശ്നമാണ്, എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്കത് പറ്റൂല, അങ്ങനെ എങ്ങനെയെന്ന് പറയുന്നിടത്തുനിന്ന് ലീഡർമാരുടെ റഡാറ് തിരിഞ്ഞത് നമ്മൾ അറിയില്ല. അപ്പൊ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, നിങ്ങളുടെ ലീഡർമാരുടെ റഡാറ് നിങ്ങളടുത്തേക്ക് തിരിയണമെങ്കിൽ നിങ്ങൾ പ്രവർത്തിച്ച്, നിങ്ങൾ ആക്റ്റീവായിട്ട് രംഗത്തുണ്ട്, നിങ്ങളിലൂടെ നിങ്ങളെ വിജയം കാട്ടിത്തന്ന് നിങ്ങളുടെ ലീഡർക്കും വിജയിക്കാൻ കഴിയണം. അത് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ലീഡറാണ്. അപ്പൊ അവർക്ക് നിങ്ങളിലൂടെ വിജയിക്കാൻ കഴിയും എന്ന് തോന്നണമെങ്കിൽ നിങ്ങൾ രംഗത്ത് വേണം. നിങ്ങളില്ലാതെ ലീഡറുടെ സമയത്തിന് വാല്യൂ ഉണ്ട്. നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിച്ച ഓരോ വ്യക്തികളും, ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഓരോ അപ്ലൈമാരുണ്ടാവും, എല്ലാവർക്കും ഡൗൺലൈന്മാരുണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ആരാണോ ഈ മേഖലയിലേക്ക് കൊണ്ടുവന്ന വ്യക്തി നിങ്ങളുടെ ബിസിനസ്സിനുള്ള ഹെൽപ്പേ ചെയ്യുള്ളൂ. നിങ്ങളില്ലാതെ നിങ്ങളുടെ താഴത്തൊരു ടീം ഉണ്ടാക്കാൻ ഒരിക്കലും നിങ്ങളുടെ ലീഡർമാർ മെനക്കെടൂല. നിങ്ങളുണ്ടോ നിങ്ങളുടെ താഴത്ത് ടീം ഉണ്ടാക്കും, നിങ്ങളില്ലേ കൂടെ നിൽക്കുന്ന ആളുകളുടെ താഴത്ത് ടീം ഉണ്ടാക്കും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രാവിലെ മീറ്റിങ്ങിൽ കയറണം, GTS മുടങ്ങാതെ പങ്കെടുക്കണം, ഓരോ ഏരിയകളിലെ മീറ്റിങ്ങിലേക്ക് ആളുകളെ ക്ഷണിക്കണം, പുതിയതായി കൊണ്ടുവന്ന ആളുകളെ ഡെവലപ്പ് ചെയ്യാൻ 100% നിങ്ങളൊപ്പം നിൽക്കണം. ഫോക്കസ് മീറ്റിംഗ് എവിടെ വെക്കണെന്ന് വെച്ചാൽ അതിൽ മാക്സിമം ആളുകളെ കയറ്റണം. അതേപോലെ പ്രോഗ്രാമുകളിലാണ് നമുക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ കഴിയുക. എവല്യൂഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം നമ്മളെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് അല്ലെ. എവല്യൂഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമും അതേപോലെ തന്നെ എന്താപ്പോ നമ്മളുടെ നമ്മളെ ഇസ്മായിൽ സാറിന്റെ ടീമിലുള്ള മീറ്റിംഗ് എന്താണെന്നുള്ളത് എനിക്ക് പേര് പറയാൻ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. നിങ്ങൾ എവിടെ മീറ്റിംഗ്, എവിടെ ഫോക്കസ് മീറ്റിംഗ്, അതല്ലെങ്കിൽ എവിടെ നിങ്ങൾ മന്ത്ലി പ്രോഗ്രാം, എവിടെ ഇതുപോലത്തെ വലിയ വലിയ ഇവന്റുകൾ എവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടോ ആ സ്ഥലത്ത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ ലീഡർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഗ്രോത്ത് നിങ്ങളിലൂടെ കാണിക്കണം. അപ്പൊ നിങ്ങൾ എന്താവണം എന്ന് നിങ്ങൾ ഇന്ന് തീരുമാനം ആ തീരുമാനത്തിൽ നിന്നതിനെ കൊണ്ട് കാര്യമല്ല. തീരുമാനത്തിൽ ഉറച്ചു നിന്ന് ആ തീരുമാനത്തിൽ ലക്ഷ്യത്തിലെത്താൻ രാവും പകലും ഇല്ലാതെ ഞാൻ ഉണ്ടാവും കൂടെ എന്ന തീരുമാനത്തോടു കൂടെ നിങ്ങൾ ഇറങ്ങണം. നമ്മളുടെ മുന്നിലുള്ള ഈ ഒന്നൊന്നര മാസം തന്നെയാണ്. നിങ്ങൾ മാക്സിമം അതിനു വേണ്ടി എഫേർട്ട് ഇട്ട് പ്രവർത്തിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിലേറെ ഒരു പടി മുകളിൽ നിങ്ങൾ എത്തുന്നുണ്ടാവും. നിങ്ങൾ ആ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ ഒരു അച്ചീവറായിട്ട് കയറുന്നുണ്ടാവും. അപ്പൊ അതിന് വേണ്ട എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ഓരോ ലീഡേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ടിക്കറ്റ് ഏത് ടീമിലാണെങ്കിലും, ഇസ്മായിൽ സാറിന്റെ ടീം ആയിക്കോട്ടെ, അൽതാഫ് സാറിന്റെ ടീം ആയിക്കോട്ടെ, നിഷാന്ത് സാറിന്റെ ടീം ആയിക്കോട്ടെ, അതേപോലെ ബുഷ്റ ഇല്യാസിന്റെ ടീം ആയിക്കോട്ടെ, അതേപോലെ തന്നെ നമ്മളെ ഷുഹൈബ് സാറിന്റെ ആയിക്കോട്ടെ, ഷൗജത്ത് ആൻഡ് റസാഖ് മാഡത്തിന്റെ ആയിക്കോട്ടെ, റസാഖ് സാറിന്റെ ആയിക്കോട്ടെ, ഇവരൊക്കെ ടീമിലും ടിക്കറ്റ് മാക്സിമം എത്തിയിട്ടുണ്ട് അല്ലെ. ആ എത്തിയ ടിക്കറ്റ് ബുക്കില് മയിൽപീലി വിരിയാൻ വെക്കും പോലെ വെക്കാതെ, കുട്ടിക്കാലത്തുണ്ടായിരുന്നു നമുക്ക് സ്കൂളിൽ പോകുമ്പോ മയിൽപീലി വിരിയും എന്ന് പറഞ്ഞാണ്ട് ബുക്കിന്റെ ഉള്ളിലൊരു വെക്കല് അല്ലെ, അങ്ങനെ വെക്കാതെ നിങ്ങളുടെ ടീമിന്റെ അടുത്തേക്ക് അത് ഓരോ വ്യക്തികളുടെ കയ്യിലും എത്തി എന്നുള്ളത് ഉറപ്പുവരുത്തുക. നിങ്ങൾ ഓരോരുത്തരും ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഏകദേശം 338 ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ ക്യാഷ്, നിങ്ങളുടെ ടിക്കറ്റിന്റെ ക്യാഷ് കൊടുത്തോ? തീർച്ചയായിട്ടും നിങ്ങളുടെ എത്രയാണ് ടിക്കറ്റിന് നിങ്ങളെ ലീഡർമാര് വെച്ച മീറ്റിങ്ങിന് ടിക്കറ്റിന്റെ ക്യാഷ് എത്രയാണ്? നിങ്ങളുടെ ടിക്കറ്റിന്റെ സ്വന്തം ടിക്കറ്റിന്റെ ക്യാഷ് നിങ്ങൾ കൊടുത്തോ എന്നുള്ളത് നിങ്ങൾ സ്വന്തത്തിനോട് ചോദിക്കുക. അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ അത് കൊടുക്കുക. ബാക്കി നിങ്ങളുടെ ടീമിൽ ബ്രാഞ്ച് 1ലും 2ലും ഉള്ള എത്ര പേർക്ക് എത്ര ടിക്കറ്റ് കൊടുത്തു അതിന്റെ കളക്ഷൻസ് എടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചോ? അത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ആ ടിക്കറ്റിന്റെ പൈസക്ക് വേണ്ടി മെനക്കെടണ്ടല്ലോ. ആ പ്രോഗ്രാമിന്റെ ഗ്രോത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ പോരെ പിന്നെ. അപ്പൊ അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ ടീമിൽ ടിക്കറ്റ് എത്താത്ത ആളുകളിലേക്ക് എത്തിച്ച ആളുകളുടെ ക്യാഷ് ഒക്കെ എത്രയും പെട്ടെന്ന് ലീഡേഴ്സിന്റെ കയ്യിൽ കൊടുക്കുക. എന്തായാലും ഇത് കൊടുക്കണം. നമ്മൾ എടുത്ത ടിക്കറ്റിൽ ഒരു ടിക്കറ്റ് നിങ്ങൾക്കില്ലാതെ ആ ഹോളിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ ഒരു കാല് വെക്കാൻ പോലും സമ്മതിക്കൂല. ആ കാര്യത്തിൽ ഒരു തർക്കമല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കുള്ള ടിക്കറ്റ് നിങ്ങൾ ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ടീം അംഗങ്ങൾക്ക് ഓരോരുത്തർക്കും ടിക്കറ്റ് എത്തി എന്നുള്ളത് ഉറപ്പുവരുത്തുക. അത് ഏറ്റവും ആദ്യത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും മനസ്സ് റിലാക്സ് ആയിട്ട് നമുക്ക് ടീമിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയും. പിന്നെ നമുക്ക് റാങ്കിന് വേണ്ടിയിട്ടുള്ള ഓട്ടം ഓടിയാൽ മതിയാവും. അപ്പൊ നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വളരെയധികം നന്ദി അറിയിക്കുകയാണ്.
അതേപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും വലിയ ഉയരങ്ങളിലെത്താനും വിജയങ്ങളിലെത്താനും സർവശക്തന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. നമ്മൾ മുബീൻ സാർ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു SBGയുടെ മക്കള് എല്ലാ ടീമിനെയും ഒരുമിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടീമായി നമുക്ക് ഓരോരുത്തർക്കും മാറാൻ കഴിയട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഈ അവസരത്തിലേക്ക് കൊണ്ടുവന്ന എന്റെ ഗ്രേറ്റ് ലീഡർ അപ്ലൈ നിഷാന്ത് സാറിന് ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് വേണ്ട ഓരോ നിർദ്ദേശങ്ങളും തരുന്ന നമ്മളുടെ NTC എനേബോ ലീഡേഴ്സിനും RTC എനേബോ എല്ലാ ലീഡേഴ്സിനും ഈ അവസരത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉന്നത വിജയങ്ങളിൽ എത്താൻ നല്ലൊരു ടീമിനെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും എവല്യൂഷൻ എന്ന പ്രോഗ്രാം വഴി വലിയ ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, വിഷ് യു ഓൾ സക്സസ്. ഓക്കെ, താങ്ക് യു. സാറ് ഉണ്ടോ? ഞാനുണ്ട്, പക്ഷെ ഞാന് വീഡിയോ ഓണാക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. പ്രാധാന്യത്തെ കുറിച്ച് സംസാരിച്ച ഐഷ മാഡത്തിന് നല്ലൊരു ഓൺലൈൻ ഗൈഡ് കൊടുക്കാം. എന്തായാലും ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തായിട്ട് അറിയിക്കും.